ഈ മകളെ 8 മാസമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ വുമൺ മിസ്സിങ്ങിന് വിതുര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്മേലെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തെല്ലാം തരത്തിൽ അവളെ പീഡിപ്പിച്ചത്, ഏതൊക്കെ തരത്തില് ഭീകരമായിട്ടുള്ള രീതിയിലൊക്കെ അവളെ കത്തിവെക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ കത്തിവെച്ചിട്ട് പേടിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. വലയിൽ വീണു എന്നുള്ള രീതിക്കാണ് ഈ മീഡിയ മൊത്തമായിട്ട് ഇതിനെടുത്തത്. അവർ ആഘോഷിക്കുകയായിരുന്നു. അവർക്ക് പെയിനിനെ, ഈ കുട്ടിയുടെ പെയിനിനെ അവർ ആഘോഷിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ വലിയ വലിയ പുള്ളികൾ വീഴുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു മഞ്ഞപത്രത്തിന്റെ ഒരു സന്തോഷം. എനിക്ക് ഒരു കേസ് നിങ്ങൾ കൺവിക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കൂടെ നിന്നേനെ. എല്ലാ കേസിലും നീ വേശ്യയായിരുന്നു, നിന്റെ കൺസെന്റോട് കൂടിയിട്ടാണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ എന്നെ വേശ്യയാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ കേൾക്കണോ? ആരൊക്കെ അവൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ശരിക്കും നല്ലൊരടി അവരുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. സർക്കാരാണ് ഈ പെൺകുട്ടികൾക്ക് അഷ്യൂറൻസ് കൊടുക്കേണ്ടത്. ഇവരെ ഓരോ പ്രോജക്റ്റിലും ഇവരെ ഉൾപ്പെടുത്തേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും നിയമം കൊണ്ടുവരണം. നമ്മളിത് കേൾക്കുമ്പോൾ വളരെ ഫാർഫെച്ചിങ് ആയിട്ട് തോന്നും. പക്ഷേ നല്ലൊരു ഇൻസൈറ്റ് ഉള്ള ഒരു വികാരമുള്ള ഒരു നേതാവിന് ഇത് സാധ്യമാവും. ഇമ്പോസിബിൾ അല്ല, ഡിഫിക്കൾട്ടാണ്. ഇവിടെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മര്യാദകൾ, പാലിക്കേണ്ട മര്യാദകൾ, അവളോട് പെരുമാറേണ്ട രീതികൾ, അവൾക്ക് കൊടുക്കേണ്ട ഇടം, ഇതൊന്നുമില്ലാതെ അവളെ പല രീതിയിൽ പിച്ച് ചീന്താണ്. ഇന്നത്തെ ഉറക്കം പോകും എൻ്റെ. അത്രയ്ക്കുണ്ട്. ഞാനിത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനം, ഞാൻ പോലും. അഡ്വക്കേറ്റ് മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് അവൾക്കൊപ്പം അവസാനം വരെ നിന്നതും ഇപ്പോഴും നിൽക്കുന്നതും. ഒരിക്കൽ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, സുബലക്ഷ്മി മാഡം ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് ഞാനില്ല എന്നുള്ളത്. വിതുര കേസ് മുതലാണ് അഡ്വക്കേറ്റ് സുബലക്ഷ്മി എന്ന പേര് ജനങ്ങൾ കേട്ടു തുടങ്ങിയത്. എങ്ങനെയാണ് ആ കേസിലേക്ക് എത്തുന്നതും അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ എന്തായിരുന്നു? പണ്ട് ഞാൻ എൻറോൾ ചെയ്ത ഒരു 10 കൊല്ലമൊക്കെ ആയപ്പോഴാണ്, ഏകദേശം ഒരു 8-9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്, പുറത്തേക്ക് വരുന്നത്. അന്നൊക്കെ ഞാൻ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു വയ്ക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആയാലും അറിയുന്നവർ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഒരു അച്ഛനും അമ്മയും ആരോ പറഞ്ഞയച്ചിട്ട്, എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് അശോകാണോ എന്തോ പറഞ്ഞിട്ടാണ്, എനിക്ക് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു അച്ഛനും അമ്മയും. അവർ വിതുരയിലെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ഒരു ലോറി പിടിച്ച് ഒക്കെ വന്ന ആൾക്കാരാണ്. കയ്യിൽ 5 പൈസ ഇല്ല. സാധാരണക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ലോറി കയറി വരികയാണ്. ഇവിടെ വന്ന് അവർ മഹാനഗരമാണ്. കുഗ്രാമത്തിൽ നിന്ന് ഒരു വല്ലാത്തൊരു സ്ഥലത്തു നിന്ന്, പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ഹസ്ബൻഡും വൈഫും, അച്ഛനാണെന്നുണ്ടെങ്കിൽ വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ മോളെ പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിൽ പിടിച്ചിട്ട് അവള് ഇന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് കമ്മീഷണർ എന്ന്. അപ്പൊ അന്ന് ഇവിടെ സിറ്റി കമ്മീഷണർ ആയിരുന്നത് സെൻകുമാർ സാറാണ്, DGP ആയിട്ട് റിട്ടയർ ചെയ്ത്. അപ്പൊ അദ്ദേഹത്തിന് അന്നൊരു പോളിസി ഉണ്ടായിരുന്നു, 10-30 വയസ്സിനുള്ളിൽ വരുന്ന പെൺകുട്ടികൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ലൈനിൽ, ട്രാഫിക്കിങ്ങിൽ നിന്ന് അവരെ പിടിക്കുകയാണെങ്കിൽ അവരുടെ പാരൻസിനെ വിവരം അറിയിക്കുക എന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതനുസരിച്ച് ഈ പെൺകുട്ടിയോട് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ ഇത് വാങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ അറിഞ്ഞു വന്നതാണ് ഈ അച്ഛനും അമ്മയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മഹാനഗരത്തിൽ അവർക്ക് ആരുടെ അടുത്ത് പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞുകൂടാ. അവർ കോടതി പോയി പോലീസ് സ്റ്റേഷനിൽ പോയി, എല്ലായിടത്തും പോയി അവർ. അപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ അടുത്ത് അവർ അറിഞ്ഞ് ഇത് നമ്പറൊക്കെ വാങ്ങി
അന്നൊക്കെ ലാൻഡ് ലൈനാണ്. ഇപ്പം നമ്പറൊക്കെ വാങ്ങി ഓഫീസിൻ്റെ അഡ്രസ്സൊക്കെ തേടി പിടിച്ച് അവർ വന്നതാണ്. മറ്റേ റേഷൻ കാർഡ് ഉണ്ട്, അതിൽ ഈ പെൺകുട്ടിയുടെ പേരുണ്ട്, ഇവരെ അച്ഛനും അമ്മ മക്കള് എന്നുള്ളത് അതുണ്ട്. പിന്നെ മറ്റേ വേറെ എന്തോ ഒരു ഐഡിയയും കൂടി അവർ കൊണ്ടുവന്നിരുന്നു, ഇന്ന് ഞാൻ ഓർക്കുന്നില്ല അത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഈ കുട്ടിയെ ബെയിലെടുക്കാൻ വേണ്ടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിൻ്റെ നമ്പർ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ജാമ്യം എടുക്കാനായിട്ട്. ജാമ്യാപേക്ഷ തയ്യാറാക്കി ഈ മകളാണ് എന്ന് ഉള്ള പ്രൂഫ് കൊടുത്തു. ഈ എന്താ പറയുക, ഈ റേഷൻ കാർഡും ഇതൊക്കെ കൊടുത്തു. കോടതിയിൽ പോയി ഫയൽ ചെയ്തപ്പോഴാണ് കോടതിയിൽ മൂവ് ചെയ്യുമ്പോൾ പറയുന്നു ഇതിൽ തന്നെ അച്ഛനും അമ്മയും വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു അപകടം ഞാൻ കണ്ടു. അപ്പോൾ അതിൽ വേറൊരു വക്കീലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനത് കോടതിയിൽ പറഞ്ഞു ഇവരാണ് അച്ഛനും അമ്മയും, റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മയും. മറ്റേത് റാക്കറ്റ് അച്ഛനും അമ്മയാണ്, മാഫിയ അച്ഛനും അമ്മയാണ്. ഞാൻ പറഞ്ഞു ഇത് റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മയാണ് പറഞ്ഞു. അപ്പോൾ മറ്റേ വക്കാലത്ത് പിൻവലിച്ചു കൊണ്ടുപോയി, ആ ബെയിൽ ആപ്ലിക്കേഷനൊക്കെ പിൻവലിച്ചു കൊണ്ടുപോയി. അത് ഇത് ചെയ്തില്ല, അവർ പ്രസ് ചെയ്തില്ല. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ കാണണം വെച്ചാൽ ഇവർ എൻ്റെ അടുത്ത് പറയുന്നത് അനുസരിച്ചിട്ട് ഈ മകളെ 8 മാസമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ വുമൺ മിസ്സിങ്ങിന് വിതുര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതിന്മേലെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു മകളും മരിച്ചുപോയി എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു നോട്ടീസ് വരുന്നത്, അവർക്ക് മകളെ കാണണം. അപ്പോൾ അവർ സബ് ജയിലിൽ പോയിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു കുട്ടി, റിമാൻഡിലായിരുന്നു. അപ്പോൾ അവിടെ പോയി കാണുമ്പോൾ ആ പെൺകുട്ടി ഇവരോട് പറയുന്നത്, അപ്പം ഞാൻ അപ്പിയർ ചെയ്തതിന് ശേഷമാണ് ഇവർ പോയി കാണുന്നത്. പെൺകുട്ടി പോയി പറയുന്നത് സുരേഷ് അണ്ണൻ കുറേ പൈസ കൊടുത്തിട്ട് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുവരും, അപ്പൊ നിങ്ങൾ അവിടെ നിന്നാ മതി, ഈ കേസ് മറ്റേ അവര് തന്നെ ജാമ്യം എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ജാമ്യം എടുത്ത് ഓടി വരാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ 16 കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക്. 16 കഴിഞ്ഞ് 17 വയസ്സ്, 18 ആയിട്ടില്ല, മൈനറാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവരെന്നോട് വന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെയാണോ മകള്, അവർക്ക് അപകടം മനസ്സിലാവണില്ല, നിങ്ങളുടെയാണോ മകള് എങ്കിലും നിങ്ങൾ തന്നെ ആ കുട്ടിയെ വാങ്ങും, അവളതൊക്കെ പറയും, നമ്മൾ അവളെ കയ്യിൽ വാങ്ങും എന്ന് പറഞ്ഞു. അതിനുശേഷം അവളെ പോയിട്ട് ജാമ്യത്തിൽ കൊണ്ടുവരുന്നു. ജാമ്യം കിട്ടി അവൾ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ഇവരെൻ്റെ അടുത്ത് വരിക, വീണ്ടും പറയാ അവളെ ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഇവരുടെ തന്നെ നെയ്ബർ ഉണ്ടായിരുന്നു, അത് ഫസ്റ്റ് അക്യൂസ്ഡ് അജിത ബീഗം എന്ന് പറഞ്ഞിട്ട്. അജിത ബീഗം ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഈ കുട്ടിയെ അവിടെ നിന്ന് കടത്തിയതാണ്. ഈ അജിത ബീഗത്തിന്റെ അച്ഛൻ മരിക്കുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഇവര് പറഞ്ഞ സംഭവമാണ് അതൊക്കെ. അച്ഛൻ മരിക്കുമ്പോൾ ഒരു 41 ദിവസം അവർക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ മരണ വീടാണല്ലോ, പ്രാർത്ഥനയൊക്കെ ഇതാണല്ലോ, 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവിടെ, അജിത ബീഗും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് ഇവരെ വിടും, ഈ പെൺകുട്ടിയെ വിടും, നമ്മുടെ വിക്ടിമിനെ വിടും. അപ്പോൾ അവളവിടെ പോവും. അങ്ങനെ പോയി ഒരു ദിവസം നമ്മൾ പറയാം നിന്റെ വീട്ടിൽ അഷ്ടദാരിദ്ര്യമാണ്, എന്നുവെച്ചാൽ നല്ല ദാരിദ്ര്യമല്ലേ നിന്റെ വീട്ടിൽ, നിന്റെ അച്ഛന് നീ സഹായിക്കണ്ടേ, ഞാൻ അറിയുന്ന നല്ല എറണാകുളത്തൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ വീട്ടു ജോലിക്ക് ആവശ്യമുണ്ട് വീട്ടുകാർക്ക്, ഞാൻ അങ്ങനെ ആരെങ്കിലും ഒരാളെ നോക്കട്ടെ, എന്നിട്ട് നീ അവിടെ ചെല്ല്, അവിടെ ചെന്ന് മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്ക്, എൻ്റെ വീട് രക്ഷപ്പെടും. ആ കുട്ടി ബ്രെയിൻ വാഷ്ഡ് ആവുകയാണ്. കാര്യം ശരിയാണ്, ഇവര് ഈ ഭൂമി തുറന്ന് കിഴങ്ങെടുത്തിട്ട് അത് തന്നെ 7 എന്തോ കഷ്ണിച്ചിട്ട് ഒരു കുടത്തിനകത്ത് ഇടുന്നു. ഈ കുട്ടിക്കാണെങ്കിൽ വിശപ്പ് ജാസ്തിയായിരുന്നു. എന്നിട്ട് ഈ കുട്ടി അതിലെ 2 കഷ്ണം എടുത്ത് കഴിക്കത്രേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഷ്ണം എന്നുള്ള രീതിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണ് അവരുടെ വീട്ടിൽ. ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു അവിടേക്ക് വരാൻ പറയണു വീട്ടിലേക്ക് രാത്രി.
12 മണിയാകുമ്പോൾ അവിടേക്ക് വരാൻ പറയണു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നടുക്കുന്ന് എണീറ്റ് പോവുകയാണ് ഈ കുട്ടി. എന്നിട്ട് അവിടെ പോകുമ്പോൾ അവർ കട്ടിലിൻ്റെ അടിയിലേക്ക് ഇവളെ താഴേക്കാക്കുക, എന്നിട്ട് ഓട് കൊണ്ട് മറിക്കുക. 2nd ഡേ ആണോ 3rd ഡേ ആണോ രാത്രി ഈ കുട്ടിയെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരു കിളി കരയണ പോലെ ഒരു ശബ്ദം കേട്ടതിന് പിന്നെയാണ് ഇറക്കണേന്ന്. പുറത്തേക്ക് ഇറക്കിയിട്ട് ഇവരൊരു ലൈറ്റും കൊണ്ട് ഒരു ഓംനി വാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടോളായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു വെളുത്തിട്ട്. അതിലേക്ക് ആ ഓംനി വാനിലേക്ക് ഇവളെ കയറ്റുക. അപ്പോൾ ഇവർ വരണില്ലേന്ന് ചോദിച്ചു, ചേച്ചിയും വരണില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലറിയും, എൻ്റെ കൂടെയാണ് നീ വന്നിട്ടുള്ളതെന്നറിയും. അപ്പം ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അറിയില്ല. അതിപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്, വിശ്വസിച്ചത് നിനക്ക് പോവാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി, കൂടെ പോയി. അപ്പം ഞാൻ വരും, 2 ദിവസം കഴിഞ്ഞാൽ ഞാനും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് കുഞ്ഞാണ്, അവള് മൊത്തത്തിൽ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടും പോയി. അവൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കേണ്ടത്, ഇതിനോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നോ പ്രതികരിക്കേണ്ടതെന്നോ ഒന്നും അറിയണില്ല അവൾക്ക്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഒരു ഫ്ലോയിൽ അവളിങ്ങനെ പെട്ട് പോവാണ്. എറണാകുളത്തേക്ക് വരുന്നു. എറണാകുളത്തേക്ക് വന്നിട്ട് അത്താണി ഉണ്ട്. അത്താണിയുടെ അവിടെ ഒരു വീടുണ്ട്. ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. നമ്മൾ സിനിമയിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. വീട്ടിനകത്തൊരു ഇതുപോലെ ചുമര് തുറന്നിട്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് കുട്ടികൾ ആരും പോലീസ് റെയ്ഡ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുട്ടികളെ തള്ളുക. എന്നിട്ട് അവര് അവിടെ തന്നെയായിരിക്കും. ആ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ അടുക്കളയുടെ ഉള്ളിൽ കൂടിയൊക്കെയാണ് ബെഡ്റൂമിലേക്കൊക്കെ പോകേണ്ടത്. ഡയറക്റ്റ് ബെഡ്റൂം എൻട്രി സാധാരണ ഒരാൾക്ക് പറ്റില്ല. അവിടെ ഒറ്റ വലിയ റൂം, ഒരു ബെഡ്റൂം, കിച്ചൺ, മുകളിൽ ഒരു വലിയൊരു സ്പേസ്, ഒരു ഒറ്റ റൂം, 2 സൈഡിൽ ബാൽക്കണി, അങ്ങനെയാണ് ഇത്. അപ്പോൾ അവളെ ആദ്യം അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊന്ന് ചന്തയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു, മാർക്കറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ശരി എന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ടായപ്പോൾ അവളെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യണം അവർ. അപ്പോൾ ഇവള് വിചാരിച്ചു, ചന്തയ്ക്ക് എന്തിനാ മേക്കപ്പ്, അതൊക്കെ ആവശ്യമുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് അവർ നേരെ കൊണ്ടുപോകുന്നത്, അവള് പറഞ്ഞത് നമുക്ക് മനസ്സിലായത് താജ് ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവരുടെ ഒരു എസ്റ്റീംഡ് കസ്റ്റമർ ഫ്ലൈറ്റ് എടുത്ത് വന്ന് റേപ്പ് ചെയ്തിട്ട് പോയി ഈ കുട്ടിയെ. അയാൾ സിംഗപ്പൂരോ അവിടെ എവിടെ വെച്ച ആളാണ്. അതിൽ എനിക്കൊന്ന് പങ്കാളികളായവരൊക്കെ തന്നെ വളരെ ഉന്നതരായിട്ടുള്ള ആളുകളാണല്ലോ, വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും. ചിന്ത കൊണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ല, ഒട്ടുമല്ല. അതില് ജാതിമത ഭേദമില്ല, ജാതിമത ഭേദമില്ല, ഉച്ചനീചത്വമില്ല, അതെ അതെ, ഒന്നുമില്ല അവർക്ക്. അങ്ങനെ എന്നിട്ട് അപ്പൊ അവള് ഭയങ്കരമായിട്ട് അവള് ആകെപ്പാട് പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം, ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, സോറി പറഞ്ഞിട്ട് അയാൾ പോയി. പൈസ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അയാള് ഇതൊക്കെ കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് പോയി. അയാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ സോറി പറഞ്ഞിട്ട് പോയേക്കണം. കുറേ വിഗ്രഹങ്ങൾ ഉടഞ്ഞിട്ടുള്ള ഒരു കേസുമാണത്. നമ്മളൊക്കെ കുറേ ആരാധിച്ചിരുന്ന നമ്മുടെ പ്രൊഫഷനിൽ തന്നെയുള്ള ആൾക്കാർ, അവരൊക്കെ നമുക്ക് നല്ല ബഹുമാനമായിരുന്നു. അവരുടെയൊക്കെ കുറേ ഇത് അഴിഞ്ഞു വീഴണതൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ടും കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി കാര്യങ്ങൾ എങ്ങനെ പറയുക അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതിങ്ങനെ ഇപ്പം ഇത് പുറത്തേക്ക് വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ വീട്ടിൽ അനിയന്മാരെ കൊല്ലും, നിന്റെ അനീത്തിയെ പിടിച്ചു കൊണ്ടുവന്ന് നിന്നെ പോലെ ആക്കും, ഇവിടെ അച്ഛനും അമ്മയും കൊല്ലും. ഇതാണ് അവർ പറയണത്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയാൽ എന്ന് പറയുന്നുണ്ട്. ഇവള് പേടിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. എന്താന്ന് ചോദിച്ചപ്പോ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും ഇവൾക്കറിയാം അവര് പവർഫുള്ളാന്ന്, നമുക്കാണ് അറിയാത്ത. ഇവൾക്കറിയാം, ഇവള് കണ്ടിട്ടുള്ളതാണ് അവരുടെ പവർ. അവള് വിക്ടിമാണല്ലോ അതിന്റെ. അപ്പൊ നമ്മള് ഇങ്ങനെ ആദർശമൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവള് പറഞ്ഞതെല്ലാം സത്യമായിട്ട് വന്നു. പിന്നീട് ഈ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞതും
സത്യമായിട്ട് വന്നു, എന്തൊരു പവർഫുള്ളാന്ന് നമ്മൾ കണ്ടു. എങ്ങനെയായാലും ഒരു പ്രൊട്ടക്ഷൻ വേണം നമുക്ക്, കമ്മീഷണർ അടുത്ത് പറഞ്ഞ് പ്രൊട്ടക്ഷനോട് കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കമ്മീഷണർ അടുത്ത് പറയാം. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷൻ കേസ് എന്ന് പറഞ്ഞിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇവരൊന്നും പറയില്ല നമ്മളോട്, അത് സത്യം പറയണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം സാറ്, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം, ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കാം. എന്നിട്ട് ഞാൻ അവളോട് മനസ്സിലാക്കിക്കാൻ പോകുമ്പോഴാണ് അവള് പറയണത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ഇതിൽ പെടുന്ന പെൺകുട്ടികളോട് അവർ പറയുന്നത് എന്താ, അവർ നല്ല പോലെ ഭക്ഷണം കൊടുക്കും. സാധു പെൺകുട്ടികളല്ലേ, ഭക്ഷണം, നല്ല പോലെ വസ്ത്രം, അവർക്കൊരു മാല വാങ്ങിക്കൊടുത്തു. വളരെ ഇങ്ങനെ തലമുടി നാര് പോലെയുള്ള ഇഴ പോലെയുള്ള ഒരു മാല, ഒരു കമ്മല്, വള, ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെനിക്കിതൊക്കെ വാങ്ങി തന്നില്ലേ, എനിക്ക് ഭക്ഷണം തന്നില്ലേ, അവരെനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു പന്നികളെ വളർത്താറുണ്ട് ഇവിടെ, പന്നികളെ വളർത്തിയിട്ട് എന്താ ചെയ്യണേ, അതിനെ കൊഴുന്നാക്കും, എന്നിട്ട് അവർ അതിനെ എന്താ ചെയ്യുന്നത്, എന്തിനാണ് ആ പന്നിയെ വളർത്തണേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു വെട്ടി തിന്നാനാ പറഞ്ഞു. അപ്പൊ അതേപോലെയാണ് പറഞ്ഞു, അതേപോലെയാണ് നിന്നെയും ഇതാക്കിയത്. പിന്നെ അവള് പറഞ്ഞു അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ എന്ത് പഴച്ചു, ഇവരല്ലേ ഇതാക്കിയേക്കണേ. അപ്പോൾ അവരുടെ വീട്ടിലെ ആൾക്കാർ സൂയിസൈഡ്, അതൊക്കെ ഇവളോട് പറയാ, പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യും അവരെന്ത് പഴിച്ചു, ഇവര് നീ കാരണം കുടുംബങ്ങൾ ഇതാക്കും എന്നുള്ള രീതിക്കാണ് ഇവളുടെ അടുത്ത്. അപ്പൊ ഇവള് ഒരു ക്ലോസ്ഡ് ഒരു എൻവയൺമെന്റിലാണ്, അവിടെ നിന്നാണ് ഇങ്ങനെ ഫീഡ് പോകുന്നത്. അപ്പൊ മൈൻഡിനെ അത് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് തന്നെ എന്നോട് ചോദിക്കുന്നവള്. അപ്പൊ ഞാൻ പറഞ്ഞു നീ കാരണമല്ല ആ ഫാമിലീസൊക്കെ ബ്രേക്ക് ആവണത്, ആ പുരുഷന്മാര് കാരണമാണ് ബ്രേക്ക് ആവുന്നത്. ആ പുരുഷന്മാര് അങ്ങനെ ഭാര്യയും മകളും ഒക്കെ ഉള്ള അവര് ആ വീട്ടിലെ അവരുടെ ഭാര്യയും മകളെയും ചതിച്ചുകൊണ്ടാണ് നിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അവര് ചതി നടന്നു കഴിഞ്ഞു, ആ വീട് ബ്രേക്കായി കഴിഞ്ഞു. പിന്നെ പറഞ്ഞു ഈ പോലീസുകാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, അവരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നീ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത പറയും പോലെ അവള് പറയുന്നുണ്ടടാ എന്ന് എന്നോട് പറഞ്ഞു എന്ന് സുരേഷ് അണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവളെ ഏതോ ഒരു പോലീസിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴ് ഒരു DYSP ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇതില് എന്താ പറയാ ശ്രമിച്ചതാ ഇവള് പറയണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെഹിക്കിളില് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണേ. അപ്പോൾ എത്രയ്ക്ക് കൊറോഡഡ് ആണ് നമ്മുടെയൊക്കെ ആണുങ്ങളുടെ മനസ്സ് എന്നുള്ളതാ. ഓരോരോ സ്ത്രീകളും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ സ്ത്രീകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പുറകെ ഓരോ മേഖലയായിട്ട് തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരോട് സമൂഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പോലീസ് സ്റ്റേഷനില്ലേ, കോടതിയില്ലേ, അവർക്കുള്ള ഉത്തരം അപ്പം മാഡം പറഞ്ഞ സത്യത്തിൽ ഇതാണ് നമ്മുടെ സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞാലും പുരുഷനാണ് പവർ എപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുരുഷന്മാരിലാണ്. ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്സ് എന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഇപ്പോഴും സ്ത്രീകൾ ജയ് വിളിക്കാനാ. ഒരു ഡിസിഷൻ മേക്കിങ്ങില് വളരെ മിനിമം പെർസെൻറ്റേജ് ആണ്. അങ്ങനെ ആ മിനിമം പെർസെൻറ്റേജ് പോലും ഡൈനാസ്റ്റി, ഇന്ന് നമ്മൾ പറയുന്ന ഒരു കുടുംബ പരമ്പരയുള്ള ഇതിൽ അച്ഛൻ മകള് എന്നുള്ള രീതിയിൽ വരുമ്പോഴേ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ പാർട്ടാവണുള്ളൂ. നമ്മൾ കാണുന്നതാണ് കേട്ടോ പറയുന്നത്, എൻ്റെ അറിവിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സ്ത്രീകളില്ല. അവിടെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മര്യാദകൾ, പാലിക്കേണ്ട മര്യാദകൾ, അവളോട് പെരുമാറേണ്ട രീതികൾ, അവൾക്ക് കൊടുക്കേണ്ട ഇടം, ഇതൊന്നുമില്ലാതെ അവളെ പല രീതിയിൽ പിച്ച് ചീന്താണ്. എങ്ങനെയൊക്കെ അവൾക്ക് സ്ട്രെസ് കൊടുത്തിട്ട് അവിടെയാണോ അവൾ വീക്ക് ആ പോയിന്റിൽ പിടിച്ചുകൊണ്ട്, പിന്നെ അവളൊരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രമായിട്ട് കണ്ടിട്ട്, അവളുടെ ഒരു ബോഡിയായിട്ട് ശരീരം മാത്രമായിട്ട് അവളെ കണ്ടുകൊണ്ട്, എന്നിട്ടപ്പം ഞാൻ എപ്പോഴും ഈ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ വല്ലാതെ മനപ്രയാസം ഇപ്പോഴും എന്നെ വേട്ടയാടുന്നൊരു സാധനം, ഈ ആണുങ്ങളുടെ ഒക്കെ സെക്ഷൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ട് മാറിയ കുഞ്ഞ്. എന്തെല്ലാം തരത്തിലാണ് അവളെ പീഡിപ്പിച്ചത്, ഏതൊക്കെ തരത്തില് ഭീകരമായിട്ടുള്ള രീതിയിലൊക്കെ അവളെ കത്തിവെക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ കത്തിവെച്ചിട്ട് പീഡിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്.
ഇതൊക്കെ ഞാൻ ഇന്ന് പറയാൻ മുതിരുന്നത് തന്നെ അവൾക്ക് അവളുടെ തീവ്രമായിട്ടുള്ള വേദന, ഈ സമൂഹം അവളോട് മോശമായിട്ട് അവളെ കാണുന്നതും ഇതൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് മറ്റു പെൺകുട്ടികൾക്ക് അവൾ കൺവിൻസ്ഡ് ആയി മറ്റുള്ള പെൺകുട്ടികൾ ഇതേപോലെ പീഡിപ്പിക്കപ്പെടരുത് എന്നുള്ളതിന് വേണ്ടിയിട്ട് അവള് മുന്നോട്ട് വന്നതാണ്. എന്നിട്ട് അവളെ നമ്മൾ മാനിക്കാതെ അവളെ കുറിച്ച് മോശം പറയാം. ആർക്ക് വേണ്ടി? ഈ കിരാതന്മാർക്ക് എന്താ അവരെ പറയാ, നമ്മള് കിരാതന്മാരെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിലൊക്കെ അപ്പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിലെ പോലെ ഒരു പോലീസുകാരൻ ഈ കുട്ടിയുടെ ഫോട്ടോസ് ഒരെണ്ണം എടുത്ത് പോക്കറ്റിലിട്ടു. അത് വനിതാ SI ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അവര് കണ്ടു. മറക്കാനാവാത്ത 2 പേരുകൾ പറഞ്ഞതിൽ ഉള്ള ഒരു പേര് അതായിരുന്നു, ലക്ഷ്മിക്കുട്ടിയമ്മ. അവര് കണ്ടിട്ട് അവര് നേരെ പോയി കമ്മീഷണർ അടുത്ത് പോയിട്ട് പറഞ്ഞു. കമ്മീഷണർ വന്നു, അയാളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. സെൻകുമാർ സാറ് ഭയങ്കര സ്ട്രോങ് ആണ് കാര്യത്തില്. അദ്ദേഹം കൺവിൻസ്ഡ് ആയി. ഇത് ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി ശരിക്കും കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതും അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ കേസ് ആയിട്ടല്ലേ ഇതിനെ കാണുന്നത്. അപ്പൊ ഈ പെൺകുട്ടി പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. എന്നിട്ട് ഞാൻ ഈ ലക്ഷ്മിക്കുട്ടി അമ്മയോടും ചോദിച്ചു, മാഡം പറഞ്ഞ മനസ്സിലാക്കിയത് എന്തറിയോ, ഇവർക്കൊരു ഫോൺ കോൾ വരുന്നു പോലീസ് സ്റ്റേഷനിൽ. അന്ന് CI മാർട്ടിൻ ആയിരുന്നു, അന്ന് CI ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണ് ഇങ്ങനെ ആ സ്ഥലത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എറണാകുളത്തെ ആ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലം. അപ്പോൾ അതൊരു നല്ലൊരു ഏരിയയാണ്. അവിടെ എന്നും രാത്രി 12 മണി ആ സമയത്തൊക്കെ ബഹളം ഉണ്ടാവും. 2 സ്ത്രീകൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് കുടിച്ച് ബഹളം ഉണ്ടാക്കുക, പുരുഷന്മാരും ഇറങ്ങിയിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുക, ആ വീട്ടിലേക്ക് ആരൊക്കെയോ വന്നു പോണു എന്നുള്ളതൊക്കെ ഉള്ള രീതിക്കൊക്കെ. അപ്പോ ഇവര് വരാന്ന് പറഞ്ഞു. പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഇവര് കാണുന്നത് ഒരു പെൺകുട്ടി അകത്ത് പൂട്ടിയിട്ടിരിക്കുക, ഒരു പെൺകുട്ടി. അപ്പൊ ഇങ്ങനെ വാളില് ഒരു എന്താ പറയാ ഹോളുണ്ട്, വലിയൊരു ജനലിന് പകരം അവിടെ കണ്ണാടി വെച്ചിരിക്കുക. എന്നിട്ട് അവിടെ ഒരു ഗ്രില്ല് പോലെ എന്തൊരു സാധനം വെച്ചിരിക്കുക ചെറുതായിട്ട്. അപ്പൊ അകത്ത് കാണാം, നമുക്ക് അകത്തുനിന്ന് കാണാം. അപ്പോൾ പോലീസ് വന്നാൽ കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇതാണ് ഇവര് വെച്ചിട്ടുള്ളതെന്നാണ് അവരുടെ അനുമാനം. അപ്പൊ പോലീസിന് പുറത്തൊന്നും കാണാം. അപ്പൊ ഈ പെൺകുട്ടി ഒരു ബാഗ് ഇട്ടിട്ട് കരഞ്ഞുകൊണ്ട്, ഒരു ബാഗ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കാന്ന്. ഒരു പെൺകുട്ടി അകത്ത് നിൽക്കുക, അത് പുറത്ത് പൂട്ടിട്ട് താഴിട്ടിട്ടുണ്ട്. ഈ വീടിന്റെ പുറത്ത് 2 പേര് അടിച്ച് അവശരാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ CI മാർട്ടിൻ പറഞ്ഞു, ഇങ്ങനെ അടിച്ച് അവശരാക്കാനാണെന്ന് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ട രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് ശരിയല്ലേ? ടു വാട്ട് എക്സ്റ്റെന്റ് എ പേഴ്സൺ ക്യാൻ ഡീറ്റെയിൻ another person, a criminal, that is he cannot exceed that, അല്ലേ? അപ്പൊ അവർക്കെതിരെ കേസ് വരണ്ടല്ലേ? വാട്ട് റൈറ്റ് he has got? There is machinery, there is system, you should set the machinery rolling, അല്ലേ? ഒരു സിസ്റ്റത്തിനെ യു ഷുഡ് സെറ്റ് ഇറ്റ് ഇൻ മോഷൻ. അതിന് പകരം കയ്യില് നിയമെടുത്താലോ? അപ്പോ അത് പറഞ്ഞപ്പോ ഉടനെ തന്നെ അന്ന് ഏരിയ കമ്മിറ്റിന്ന് വിളിയൊക്കെ പോയി. അവിടെ വിളി പോയിട്ട് പറഞ്ഞു, പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിന് നിങ്ങൾ നാട്ടുകാർക്ക് ഇങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് എതിരെ കേസാക്കും എന്നുള്ള രീതിക്ക് പോലീസിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പ്രോസ്റ്റിറ്റ്യൂഷൻ കേസായതാ. ഇതാണ് സത്യം. യു അണ്ടർസ്റ്റാൻഡ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അല്ലായിരുന്നുവെങ്കിൽ ഇവര് എന്താ ചെയ്യായിരുന്നു? ഇവര് കണ്ട വിവരം അവര് എഴുതുമായിരുന്നു. അവര് 2 പേര് കുറെ നാള് ഹോസ്പിറ്റലായിരുന്നു. ഈ ഒരു പിമ്പും പിന്നെ ആ പിമ്പിന്റെ ഫ്രണ്ടും ഒറ്റ ഒരാള് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഈ കേസ് പ്രോസ്റ്റിറ്റ്യൂഷൻ കേസായിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് ആ പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിന്റെ പുറകില്, ദിസ് ഇസ് എക്സാക്ട്ലി വൈ ഐ സേ ഐ ആം അഗെയിൻസ്റ്റ് ദി ടേം സെക്സ് വർക്ക്. ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചാ പോരെ? അതെ. എന്നിട്ട് അവര് ഈ കേസിൽ എങ്ങനെയാ ഉണ്ടായത്? ഈ സുരേഷ് എന്ന് പറഞ്ഞ ആള് അക്യൂസ്ഡ് ആണ്, പ്രൈം അക്യൂസ്ഡ് ആണ്. എല്ലാവരുടെ അടുത്തും ഇവള് ഫ്രഷാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇത് അയാളുടെ മിടുക്ക്, മാർക്കറ്റിംഗ് ടെക്നിക്ക്. ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും ഇവളെ ഒരു കമോഡിറ്റി ആയിട്ടാണല്ലോ അയാൾ കൊണ്ടുവരുന്നത്. അതെ, വിൽക്കുകയാണല്ലോ. അപ്പൊ അത് പുതുമ ഉള്ളതാണെന്ന് പറയുമ്പം ഈ പുതുമ തേടി
വരുന്നവർക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ കാര്യം കേട്ടോ, ആരും ഉപയോഗിക്കാത്ത എന്നുള്ളതിന് വലിയ പ്രത്യേകത അത്ര, അതിന് എമൗണ്ട് കൂടുന്നു. അപ്പോൾ ആ റങ് കഴിയുമ്പോൾ ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് സെക്കൻഡ് റങ്ങിൽ അവിടെ ഇവളെ വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ കോൺട്രാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ അവിടെ നിൽക്കുന്ന അത്രയും വാടകയും കിട്ടണം, ഓരോരുത്തർ വന്ന് പോകുന്നതിൻ്റെ കമ്മീഷനും കിട്ടണം. അപ്പോൾ ഇവൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് 1 1 1 1 എന്നിടുക. എന്നിട്ട് അത് 5 വരെ പഠിപ്പിച്ചു അയാൾ. 1 1 1 1 എന്നിട്ട് 4, എന്നിട്ട് അതിന്റെ അക്രോസ് ഡയഗണലായിട്ട് ഒരു വര വരയ്ക്കുക. അപ്പൊ 5 പേര് വന്നാൽ അങ്ങനെ ചെയ്തിട്ട് ഓരോന്നും അങ്ങനെ അങ്ങനെ വരച്ചിടാൻ പറയുന്നു. ആളെ എണ്ണം ഏജന്റിന് കിട്ടാൻ. അതെ, അയാൾക്ക് പിമ്പിന്, മെയിൻ പിമ്പിന്, അവരെ അങ്ങനെയൊക്കെ തന്നെ വിളിക്കേണ്ടത്. സുരേഷ്. അപ്പൊ അയാള് എന്നിട്ട് ഈ കുട്ടി സത്യസന്ധമായിട്ട് സ്റ്റോക്ക്ഹോം സിൻഡ്രോം അല്ലേ, അയാൾ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് അയാൾ എന്നിട്ട് എല്ലാ രീതിയിലും ആണല്ലോ ചെയ്യുന്നത്. ഈ കുട്ടിയെ സൈക്കോളജിക്കലായിട്ട് ഇമോഷണലായിട്ട് എല്ലാം അയാൾ കൺട്രോൾ ചെയ്യല്ലേ. സ്ലേവ് ആണല്ലോ, ഇത് മൊത്തത്തിലൊരു സ്ലേവാണ്. അപ്പോൾ 1 1 1 1 വരച്ചിട്ടിട്ട് അങ്ങനെ. അപ്പോൾ അവർ തമ്മിൽ വഴക്കവും. മറ്റേയാള് പറഞ്ഞിട്ടുണ്ടാവില്ല, വന്നു പോയാള്. അപ്പൊ ഇവള് സത്യസന്ധയാന്ന് ഇവനറിയാം, ഈ സുരേഷിനറിയാം. അപ്പോ അവര് തമ്മിൽ വഴക്കം, അതിന്റെ പൈസ പിടുങ്ങും. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയി അങ്ങനെ ഒരു ശൃംഖലയാണ്, അതൊരു ചെയിനാണ്. പിന്നെ ഇവിടെ എത്തിപ്പെടുത്തത് ഏറ്റവും അവസാനത്തെ കന്യ. ഇവിടെ നിന്ന് അവളെ ഒന്നില്ലെങ്കിൽ ഈ 4 വലിയ സ്ഥലങ്ങളുണ്ട്, ചെന്നൈ, കർണാടക, മുംബൈ, കൽക്കട്ട, മുംബൈ, ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. ഒന്നില്ലെങ്കിൽ അവിടെ, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാനുള്ള രീതിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ വെച്ചിരുന്നു. അവളെ പുറത്തേക്ക് അയച്ചതിനായിരുന്നു. ദുബായ് അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഷെയ്ഖിന്റെ അവിടെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെയാ ചെയ്യണേ. ഇവര് റെസിസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ അവരെ തട്ടി വിടുകയാണ് അവിടേക്ക്. ഒരു 3 മാസം നല്ല ഭംഗിയായിട്ട് കേസ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു, നല്ല ഭംഗിയിൽ എല്ലാവരെയും. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, കമ്മീഷണർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. സെൻകുമാർ സാറ് പറഞ്ഞു, ഇതിങ്ങനത്തെ കേസാണ്, ഈ കുട്ടി കണ്ടിട്ടുമില്ല ആൾക്കാരെ. അപ്പോൾ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അക്യൂസ്ഡിന്റെ വീട്ടിൽ പോകുമ്പോൾ മഫ്റ്റിയിൽ പോകണം. മഫ്റ്റിയിൽ പോയിട്ട് ആളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് വരണം. എന്നിട്ട് അവരോട് പറയണം, ഇതുപോലെ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് ഉണ്ട്, അതിലേക്ക് വരണം, ചിലപ്പോൾ ജയിലിൽ പോകാൻ വഴിയുണ്ട്. അങ്ങനെ ജയിലിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരിക, ഫ്രണ്ടിൻ്റെ വീട്ടിലോ കല്യാണത്തിന് പോയിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പോലീസുകാർ. ജസ്റ്റായിരുന്നു, വളരെ ജസ്റ്റായിരുന്നു. ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു സംഭവമില്ല. പക്ഷേ ഇത് അക്യൂസ്ഡിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക, പോലീസുകാർ പണം വാങ്ങിയെന്ന് പറയും. പക്ഷെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല ഈ കേസിൽ. ഇത് സത്യസന്ധമായിട്ടുള്ള കേസാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് വന്നു, ഈ കുട്ടിയെ എവിടെ താമസിപ്പിക്കും? ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൊന്നുകളയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ അന്ന് ബീന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവരുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ അതിന് മുന്നേ തന്നെ വന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ കുട്ടി പോയിട്ട് പറഞ്ഞപ്പോൾ ഒരു ലേഡി റൈറ്റർ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് വളരെ നീറ്റായിട്ട് കുട്ടി പറയുന്നതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും സുന്ദർരാജ് എന്ന് പറഞ്ഞ ഒരു SI വന്നു. അദ്ദേഹം അങ്ങനെയല്ല, എങ്ങനെ എഴുതണ്ടേ, അവിടെ ബോ ബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞതാണ് അവര് ഇങ്ങനെ അവർക്ക് ആൾക്കാരുണ്ട്, പോലീസിലൊക്കെ ആൾക്കാരുണ്ടെന്ന് അവർ എന്നെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ്. ഇങ്ങേര് വന്ന് പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഈ കുട്ടി പറയുന്നത് സത്യമാണ്. എന്നിട്ട് ആ വീട്ടിൽ ഇന്ന ഇതുണ്ടായിരുന്നില്ലേ, മഞ്ഞ പെയിന്റ് അടിച്ച ഗേറ്റ് ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ പട്ടി കൂടുന്നു. അപ്പോൾ എല്ലാത്തിനും പറയാ എന്നുവെച്ചാൽ ആ ഫ്ലോ പോയി അവളുടെ. അപ്പൊ അവള് ഇറുകയാണ്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും എന്റെ ഇൻഫ്ലുവൻസ് എത്ര ഉണ്ട് അവിടെ? ഇല്ലല്ലോ. അവള് പറഞ്ഞതിന്റെ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവല്ലേ.
അതേപടി ഇവിടെ നടക്കല പോലീസുകാരൻ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ അവളുടെ മനസ്സ് ഇറുകയാണ്, പിന്നെ ഫ്ലോ പേടി വരികയാണ്. അതെ, ആ FIR അത്രയ്ക്ക് ഷാബി ആക്കി അങ്ങേര്. ആ ലേഡി റൈറ്റർ നന്നായിട്ട് ഇവര് പറഞ്ഞ് ഈ കുട്ടിയുടെ അതേ മൊഴി അങ്ങനെ എഴുതി കൊണ്ടുവരികയായിരുന്നു എന്റെ മുന്നില്, എന്റെ പ്രസൻസില്. അപ്പോ അതില് 82nd ഒരു റെക്കമെൻഡേഷൻ ഉണ്ട് ലോ കമ്മീഷന്റെ. അതില് ഇങ്ങനെ സ്ത്രീ സംഘടനകളുടെ വിച്ച് ആർ ഇൻട്രസ്റ്റഡ് ഇൻ വിമൻ ആൻഡ് വെൽഫെയർ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, അങ്ങനത്തെ അതിൽ നിന്ന് ഒരു പേഴ്സന്റെ പ്രസൻസിൽ വേണം സ്ത്രീകളുടെ എടുക്കാനും 14 വയസ്സിന് അല്ല 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മൊഴി എടുക്കാനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചിൽഡ്രൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്റെ. അപ്പോൾ ആ ഒരു ബേസിസിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്, അവിടെ ഈ ഒരു സംഘടനയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഇങ്ങനൊരു വളരെ ദോഷമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം. ഞാൻ ഈ പോലീസുകാരുടെ ഒക്കെ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും പറയണല്ലോ. എന്താ വെച്ചാല് എനിക്ക് ഇനി വയ്യ ഇത്. ഞാൻ ഒരു സമയത്ത് ഞാനിത് പറയും, പുറത്തേക്ക് ഞാൻ പറയും എന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നുള്ളത് അത് ഞാൻ ഈ നിയമത്തിന്റെ വഴിക്ക് ഞാൻ അത് മാനിച്ചിട്ട് ഞാൻ പറയാതിരുന്ന കേസ് മുഴുവൻ കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷെ ഇന്ന് അവൾക്ക് അത് തീരെ പറ്റണില്ല. എന്ന് വെച്ചാൽ എന്റെ മെയിൻ ഇമ്പോർട്ടന്റ് അവള് ടോട്ടലി റീഹാബിലിറ്റേറ്റഡ് ആവണം എന്നാണ്. അപ്പൊ അവളുടെ മനസ്സിൽ ഇതൊരു പാങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് അവളുടെ ജീവിതത്തിനെ ബാധിക്കുന്നു. ഇന്ന് അവള് വിവാഹിതയാണ്, കുഞ്ഞുങ്ങളുണ്ട്, സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഈ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ സമൂഹത്തില് അവളുടെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത്, തീർച്ചയായിട്ടും അവൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ള ആ ഒരു പാങ് ഉണ്ട്. ഞാനിപ്പോ മാഡത്തിന്റെ അടുത്തേക്ക് എത്തുന്നതും അങ്ങനെയാണ്. കാരണം ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചപ്പം ആ പെൺകുട്ടീനെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ല. അവൾ എന്നോട് എല്ലാം തുടക്കം തൊട്ടിട്ട് അവസാനം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ നമുക്ക് അത്, കാരണം അവൾ അനുഭവിച്ചത് അവളുടെ ശബ്ദത്തിൽ തന്നെ സമൂഹം കേൾക്കണമെന്നോ ആഗ്രഹമുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. ആ പെൺകുട്ടി വില്ലിങ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അവൾ അനുഭവിച്ചത് എന്താണെന്ന് സമൂഹം അറിയണം. അങ്ങനെയാണ് എന്നോട് പറയുന്നത്. അത് നിങ്ങളുടെ അടുത്ത് ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ അഡ്വക്കേറ്റ് സുബലക്ഷ്മി മാഡത്തിനാണ്. അവർ സംസാരിക്കും, എൻ്റെ ശബ്ദമായിട്ട് അവർ സംസാരിക്കും. അവളെ ഞാൻ അത്രയ്ക്ക് അത് കണ്ടിട്ടുണ്ട്, അവളുടെ വിഷമങ്ങൾ കണ്ടിട്ടുണ്ട്. അവള് ഈ സ്ഥലത്തൊക്കെ നിർത്തുമ്പോഴേ അത് സെൻകുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറ് അവളുടെ മനസ്സ് ഇപ്പൊ അവള് ഭയങ്കര ട്രോമയിലാണ്. അവൾ എന്താ ചെയ്യേണ്ടത്, എന്താ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് പെട്ടെന്ന് ഒരു സാഹചര്യത്തിന്റെ ചേഞ്ച് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അവൾക്ക് പേടിയുണ്ട്, എന്താവും എന്നുള്ള പേടിയുണ്ട്. അപ്പൊ അതൊക്കെ അവള് ചിലപ്പോ പറയണമെന്നില്ല. ഇവിടെ കയറി വന്നിട്ട് ഈ SI ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുകയും ചെയ്തു. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താ മാഡത്തിന്റെ സജഷൻ ചോദിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം, സമാധാനമായിട്ട് ഒരു 1-2 മാസം മാക്സിമം അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിലെ മുഴുവനായിട്ട് അവൾക്ക് പറയാനായിട്ടൊരു അവസ്ഥ വരും, കൈവരിക്കാൻ പറ്റും സൈക്കോളജിക്കലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കൊടുക്കണം. പക്ഷെ അപ്പോൾ അതിലെ ഏറ്റവും മുതിർന്ന ഓഫീസർക്ക് എന്നുവെച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആളുടെ അടുത്ത് മാത്രം ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തി. അവര് വേറെ ആരോടും പറയാതെ ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാണും, അവളോട് സംസാരിക്കും. അപ്പോൾ അവള് എന്നോട് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എന്നെ എന്തിനാ ഇത്ര സ്നേഹിക്കുന്നത്, ഞാൻ അഴുക്കാണ് എന്ന് അവള് പറയാ. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, നീ അഴുക്കല്ല, നീ അഴുക്കാണെങ്കിൽ നിന്നെ അഴുക്കാക്കിയ ആൾക്കാർ അതിലേറെ അഴുക്ക, അവരുടെ അഴുക്കാണല്ലോ നിന്റെ അടുത്ത് പറ്റിയിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ മൈൻഡില് സെക്ഷൽ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് ഇങ്ങനെ പോയത്. അതെന്നെ വല്ലാതെ ബാധിച്ചു. ഈ കുട്ടി അഴുക്കുന്ന അവൾക്ക് സ്വയം ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എത്ര വൃത്തികേടായിട്ട് അവളെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതെന്നെ വല്ലാതെ വിഷമമായി, എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഉണ്ട്, നീ സ്നേഹിക്കപ്പെടേണ്ടവളാണ്, അവരാണ് വെറുക്കപ്പെടേണ്ട ആൾക്കാർ എന്നൊക്കെ അവളോട് ഇങ്ങനെ പറഞ്ഞ് ഒരു ധൈര്യമൊക്കെ കൊടുത്തിട്ട് പിന്നീടാണ് അവളെല്ലാം പറയണത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമായിരുന്നു അറിയോ അത്. അതിന് സെൻകുമാർ സാറിന് എത്ര പ്രണാമം അർപ്പിച്ചാലും
മദ്യമില്ല. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചാസ്റ്റിറ്റി ഇല്ല, പുരുഷന്മാർക്ക് ഇല്ലാത്ത ചാസ്റ്റിറ്റി സ്ത്രീകൾക്കും ഇല്ല. കൺസെൻറ്റോട് കൂടി നിങ്ങൾ എന്തും ചെയ്തോളൂ, ഒരു വിരോധമില്ല, എന്തും ചെയ്തോളൂ നിങ്ങൾ, ആരും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ സൂര്യനെല്ലി പോയപ്പോഴും, സൂര്യനെല്ലിൽ ഞാനും ഭദ്രകുമാരി എന്ന് പറഞ്ഞിട്ടൊരു വക്കീലുണ്ട്, ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് പോകുന്നത്. അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നു IFWലിൻ്റെ. എന്നിട്ട് ഭദ്രകുമാരി ഞാനും കൂടി അടിമാലി പോയപ്പോഴും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവിടെയൊക്കെ ഇവളിങ്ങനെ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ്, അവിടെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ നിന്നു, നല്ല പോലെ നിന്നു ഞാൻ. ഈ കുട്ടിയെയും അഗ്രസേഴ്സിനെയും ഒരുമിച്ച് ഒരു വണ്ടി കൊണ്ടുപോയപ്പോൾ ഞാൻ ഹൈക്കോർട്ടിൽ കേസൊക്കെ കൊടുത്ത. പിന്നെ ഞാൻ പുറകോട്ടെ, എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ ഇടപെട്ടു, അവരൊരു അജണ്ട വെച്ചോണ്ട്. അപ്പൊ അവിടെ രാഷ്ട്രീയം വന്നു, എന്താ കക്ഷി രാഷ്ട്രീയം വന്നു, മനസ്സിലായോ? അതിന് എനിക്ക് അത് ശരിയാന്ന് എനിക്ക് തോന്നിയില്ല. അച്യുതാനന്ദൻ അദ്ദേഹം ആ കുട്ടിക്ക് വീട്ടില് അതിലേക്ക് കയറി, വീട്ടിന് ചുറ്റും അവരുടെ കയ്യിലായി പിന്നെ കുട്ടി. അപ്പൊ അത് എത്രത്തോളം അതിൽ ശരിയുണ്ടെന്ന് എനിക്കിപ്പോഴും സംശയം. അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമില്ല. ഒരു ഓർഗനൈസേഷന്റെ ബലം വേണം, സിസ്റ്റത്തിന്റെ ബലം വേണം. രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ വരുമ്പോ എന്താ ഉണ്ടാവുന്നത്? അതെ, അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ടും പ്രൊട്ടക്ട് ചെയ്യുമല്ലോ. ഉറപ്പല്ലേ? തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത ആൾക്കാരെ വെച്ച് പറയിക്കാനും അവർക്ക് വിരോധമില്ല. ഇല്ലാത്ത കാര്യം ഈ കുട്ടിയെ കൊണ്ട് പറയിക്കാൻ എനിക്ക് മാനമില്ല എന്നല്ലേ അതിനർത്ഥം. ഞാൻ ആരുടെ പേരും വിളിച്ചു പറയും, അപ്പൊ എനിക്ക് മാനമില്ലേ എനിക്ക്? എന്നെ ഉപദ്രവിച്ചവരുടെ പേരല്ലാതെ വേറെ ഇല്ലാത്ത ഒരാളുടെ പേര് ഞാൻ പറയുകയാണെങ്കിൽ അപ്പൊ എനിക്ക് മാനമില്ല എന്ന് നിങ്ങൾ പറയല്ലേ? ഏതായാലും ഇങ്ങനെയൊക്കെ പോയി, അപ്പൊ നിനക്ക് അങ്ങനെ ആയ മാനമൊന്നും നോക്കണ്ട, നീ എല്ലാവരുടെയും പേര് പറഞ്ഞോ, അത് വെച്ചിട്ട് എന്താ പറയാ ഒരു മുതലാക്കുക. പക്ഷെ ആ കുഞ്ഞിന്റെ വേദന, ആ കുഞ്ഞിനെ കുറിച്ചിട്ട് പോലീസുകാർ പറഞ്ഞത്, ഞാനും ഭദ്രയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് പോലീസുകാർ പറഞ്ഞത് നിംഫോമീനിയക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിംഫോമീനിയ ഈസ് എ ഡിസീസ് that doesn't give you a license to use that girl. You should be more എന്താ പറയാ sympathetic and compassionate to that girl. ഒരു കുഞ്ഞു കുട്ടി, അവളും ചെറുപ്പമാണ്, അവളും സ്കൂൾ ഗോയിങ് കുട്ടിയാണ്, അവൾക്കൊരു റിട്ടാർഡേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇമോഷണൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പാഷനല്ലേ അർഹിക്കുന്നത്? അതെ, അവരെ ഉപയോഗിക്കുകയാണോ വേണ്ടത്? അപ്പൊ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല, ആണുങ്ങളുടെ ഇടയിൽ ഒരു കാഴ്ചപ്പാടേ ഇല്ല, മനസ്സിലായോ? ഇങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ഹോം അല്ല സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് എന്നും സ്ട്രെസ്സാണ് ഈ സമൂഹം കൊടുക്കുന്നത്. ആ സ്ട്രെസ്സ് കണ്ടെയ്ൻ ചെയ്യാനോ അത് ഓവർകം ചെയ്യാനോ ഉള്ള ഒരു രീതിയും നമ്മുടെ സർക്കാർ തരണില്ല. ഇതൊക്കെ തരണ്ടേ നമുക്ക്? വിദ്ര കേസിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പെൺകുട്ടിയുടെ മൊഴി അതിലെ പ്രതികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നവരൊക്കെ തന്നെ അത്രയും സ്വാധീനമുള്ള ആളുകളുമായിരുന്നു. എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ആ കേസ് മുന്നോട്ട് പോയത്. സെൻകുമാർ സാറാണ് അത് ഹാൻഡ് പിക്ക് ചെയ്തു ആൾക്കാരെ, ഓരോ ഓഫീസറെയും ഓരോ കോൺസ്റ്റബിളിനെയും ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേസിൽ അന്വേഷണ സംഘത്തില് ടീമിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരെ ആർക്കും സ്വാധീനിക്കാൻ പറ്റണില്ല. എൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇതിലാണ് ആ കുട്ടി, എൻ്റെ ഒരു ഇതിലാണ് ആ കുട്ടി പ്രൊട്ടക്ഷനിലായിരുന്നു. മൊത്തത്തിലുള്ള ഒരു സംരക്ഷണം വെച്ചാൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ വഴി കൊടുത്തിട്ടുള്ള കുറേ സംഘടനകളുണ്ട്, അവരൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ബീന സെബാസ്റ്റ്യൻ, പിന്നെ സ്ത്രീവേദിയിലെ ചില നെറ്റ്വർക്ക്സ്, അതില് ഭദ്ര, ലത, അങ്ങനെ ജ്യോതി നാരായൺ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഗ്രേസി, നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. അവർ ഈ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ ഇടയിൽ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അവരെ. അപ്പൊ ആ കുഞ്ഞാണ് അവള്. അപ്പൊ അവൾക്ക് ഒരു അമ്മയുടെ സംരക്ഷണം വേണം, അവൾക്ക് വിഷമം പറയണം, അങ്ങനെയൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ അവിടെ ഒരു കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഇവള് ഞെട്ടും.
ഈ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവള് ഞെട്ടും ഭയങ്കരമായിട്ട്. അപ്പോൾ അവൾ എത്രത്തോളം അതിൽ പ്രശ്നമായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവളെ ഇങ്ങനെ മറ്റേ ഇതിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം, അവള് ഈ ഇത് വിവരിച്ചു എന്നോട്. ഈ അവൾ അത്താണി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവള് എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് എന്നോട് വിവരിക്കുക. അവർ മാസറിന് വേണ്ടി പോലീസ് കൊണ്ടുവരുന്നു അവളെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്ന റൂമിൽ വെച്ചിട്ട് ഇന്നത് കാണിച്ചു അവർ, എന്നെ ഇവിടെ ഇങ്ങനെ കയറ്റി വലിച്ച് വയറ്റിൽ തൊഴിച്ച് എന്നെ വലിച്ചു കൊണ്ടിട്ട് ആദ്യം ഇയാള് മറ്റേ സുരേഷും അവളെ ഉപദ്രവിച്ചു. ഒരൊറ്റ റൂമാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു വെച്ചിട്ട് വേറൊരാൾക്ക് ഇങ്ങനെ റേപ്പ് ചെയ്യാനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ഇങ്ങനെ മാറുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാനപ്പോൾ അവൾ വേറെ കാലത്ത് പോയി, ഞാനാണെന്നോ ഒന്നും അവൾ ഓർക്കണില്ല. ആ മുഖമൊക്കെ ചുവന്ന് അവളുടെ വേറൊരു അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഈ കുട്ടി വേറൊരു ട്രോമയുടെ അങ്ങേയറ്റത്തേക്ക് പോവുക, അവൾ അത് റീലിവ് ചെയ്യാണ്. അത്ര എനിക്ക് മനസ്സിലായി. ഷീ ഈസ് റീലിവിങ് ദാറ്റ് മൊമെന്റ്. അപ്പം എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടായിരുന്നുണ്ടാ. അത് എത്രത്തോളം അവളെ ബാധിക്കുന്നു, അവളുടെ ഇമോഷൻസിനെ ബാധിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതൊക്കെ ചെയ്യണത് സുപ്രീം കോർട്ടിൻ്റെ ഒരു 92 ജഡ്ജ്മെന്റ് ഉണ്ട്. ലേഡി ലോയേഴ്സ് ഇങ്ങനെ ഇതേപോലെ ഇവർക്ക് സപ്പോർട്ട് മാത്രം കൊടുത്താൽ പോരാ, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുപ്രീം കോർട്ട്. അന്നൊക്കെ ഞാൻ വളരെ ഓഫീസർ ഓഫ് കോർട്ടായിട്ട് തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണല്ലോ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, ഈ കുട്ടി അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശക്തിയാണ്. ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് ഇതാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പം അദ്ദേഹം കേട്ടിരിക്കണു ഈ കേസ്. എന്നുവെച്ചാൽ അത് ഭയങ്കരമായിട്ട് മീനുകൾ അതാണ് മീൻ വലയിൽ വീണു എന്നുള്ള രീതിക്കാണ് ഈ മീഡിയ മൊത്തമായിട്ട് ഇതിനെടുത്തത്. അവർ ആഘോഷിക്കുകയായിരുന്നു. അവർക്ക് പെയിനിനെ, ഈ കുട്ടിയുടെ പെയിനിനെ അവർ ആഘോഷിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ വലിയ വലിയ പുള്ളികൾ വീഴുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു മഞ്ഞപത്രത്തിന്റെ ഒരു സന്തോഷം, അത്രയും നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ TI പരേഡ് വരുമ്പോഴൊക്കെ ഈ വീഡിയോഗ്രാഫും കൊണ്ട് അവിടെ വരും, ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പൊ ഒക്കെ ഞാൻ ഈ കുട്ടിയെ മൊത്തത്തിൽ മറിച്ച് ഇങ്ങനെ മുഖം മറിച്ച് ചെയ്യുമ്പോൾ അവരെന്നെ കൂവും. പത്രക്കാര്, ഈ ഫോട്ടോഗ്രാഫേഴ്സ്, ക്യാമറമാൻ കൂവും എന്നെ. എന്നിട്ട് ദേഷ്യപ്പെടും എന്നോട്. ഞാൻ അവര് ശരിക്കും ഒരു എന്താ പറയാ, ഒരു പ്രസവിച്ച ഉടനെ ഉള്ള ടൈഗർ ഇല്ലേ, ടൈഗ്രസ്, അതുപോലെ അവരോട് ഞാൻ പോരാടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എന്നുവെച്ചാൽ നമുക്കറിയാവേ സത്യം എന്താന്ന്, അതിന്റെ ഒരു ഡെപ്ത് നമുക്കറിയാം. എനിക്കിത് മുഴുവൻ പറയാനും പറ്റണില്ല. അത്രയ്ക്ക് ഉള്ളൊരു അവസ്ഥയിലാണ് ആ കുട്ടി പോകുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ പോലും പുറത്തു വരരുത്. ഇവള് ടോട്ടലി എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി റെഡിയല്ല, ഇപ്പോഴും റെഡിയല്ല. അത് ഈ കുട്ടി ഇങ്ങനെ പുറത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണ്ണോടെ നോക്കുകയും ആ കുട്ടിയുടെ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. ആ ഒരു അവസ്ഥാവിശേഷം ഉള്ളിടത്തോളം നമ്മൾ അതിന് അവരുടെ മുഖം പുറത്തേക്ക് അറിയിക്കാതെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തേ മതിയാവും. അന്ന് ആദ്യമായിട്ട് ആ കുട്ടീനെ ആ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും എന്നോട് പറയുന്നുണ്ടായിരുന്നു, ആ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ കോൺസ്റ്റബിള് അവരുടെ മുഖത്തൊരു തുണി എടുത്തിട്ടു, നിന്റെ മുഖം ആരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട്. അവിടുന്ന് തൊട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള എൻ്റെ ഓരോ യാത്രയിലും എൻ്റെ മുഖം മൂടി തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നും ആർക്കും അറിയില്ല ആ പെൺകുട്ടി ആരാന്നുള്ളത്. അതുകൊണ്ട് ഇന്നെങ്കിലും ആ കുട്ടി ഈ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറൊരു സൈഡിലൊരു സ്വസ്ഥ ജീവിതം നയിക്കുന്നത്. ഇവള് എന്നോട് വിഷമം പറഞ്ഞിട്ടുണ്ട്, മാഡം എന്നെ ഇങ്ങനെ അവരെ പോലെ തന്നെ തുണിയിട്ട് കൊണ്ടടക്കാം. ഞാൻ തുണിയിടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, അവര് തുണിയിടുന്ന അവര് പേടിച്ചിട്ടാണ്, അവരെ പേടിക്കും. കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ ഇത്. അത് എങ്ങാനും എവിടെയെങ്കിലും ലീക്ക് ഔട്ട് ചെയ്ത് പോയാൽ, ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നറിയാം, ഈ വുമൺ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട് എന്നറിയാം, എങ്ങാനും പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാർ എല്ലാവരും വേട്ടയാടാൻ നിൽക്കുകയാണേ. ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല.
അവളുടെ ജീവിതം ഇപ്പൊ ആ സൂര്യനെല്ലി പെൺകുട്ടി എന്തൊരു കഷ്ടപ്പെടുന്നു ആ കുട്ടി. അതെ, എവിടെ വല്ലാതെ പോയാലും കഷ്ടപ്പെടില്ലേ, തിരിച്ചറിയുന്നു. വല്ലാതെ കഷ്ടപ്പെടുകയല്ലേ അവള്. അത് സമൂഹം റെഡിയല്ല, സമൂഹം ഇപ്പോഴും റെഡിയല്ല. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് മാറാൻ പറ്റുന്നുണ്ടോ? മാറാൻ പറ്റുന്നില്ല. നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ ഉള്ളിലെ സൗന്ദര്യം എല്ലാം നമ്മൾ കാണുന്നത്. സ്ത്രീ എന്ന് വെച്ചാൽ ശരീരം മാത്രമാണ് ഇന്നും. അതുകൊണ്ടാണല്ലോ അവളുടെ ശരീരം ഡിഫൈൽ ചെയ്ത് അവളുടെ കുറ്റം അല്ലാതെ ഡിഫൈൽഡ് ആയിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വേർഡ് ഡിഫൈലിംഗ് ആണ്, അത് സമൺ എൽസസ് ആക്ട് ആണ്. എന്നിട്ട് പോലും അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അവളെയാണ് കുറ്റപ്പെടുത്തുന്നത്, അവളെ മോശപ്പെടുത്തുന്നു. ഇപ്പോഴും ഉണ്ട്, അത് കുറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ പെൺകുട്ടികളുടെ മുഖം കാണിക്കാൻ പറ്റില്ല. അവരുടെ ഒരു സ്പേസും നമുക്ക് കൊടുക്കാനേ ആവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ കംപ്ലീറ്റ് ഈ അക്യൂസ്ഡ് ഒക്കെ മുഴുവൻ സൊസൈറ്റിയുടെ മുഴുവൻ സ്പേസ് യൂസ് ചെയ്യാം. പക്ഷെ ഈ കുട്ടികളുടെ സ്പേസ് ഇങ്ങനെ കുറഞ്ഞു ചെറിയൊരു വട്ടത്തിനകത്ത് തന്നെ അവര് ഇപ്പോഴും നിൽക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്ത ഒന്നും നമ്മുടെ സർക്കാരിന്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. ഈ വിറ്റ്നസസിന്റെ ഈ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ BNSലും ഇതിൽ ന്യായ സംഹിതയൊക്കെ അതിലൊക്കെ ഉണ്ട്. വിറ്റ്നസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ TI പരേഡൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡൊക്കെ വരുമ്പോൾ ഈ ഇത് കാണാതെ, പക്ഷെ അപ്പോൾ അക്യൂസ്ഡിന് പറയുന്ന ഒരു വാദം വെച്ചാൽ അതിൽ കുറേ ശരിയുണ്ട് താനും. ഇപ്പൊ ഈ പെൺകുട്ടിയെ തന്നെയാണോ ഞാൻ ഡിഫൈൽ ചെയ്തത്, ഈ കുട്ടിയെ തന്നെയാണോ എന്ന് അവർക്ക് അറിയാനൊരു റൈറ്റ് ഉണ്ടല്ലോ. വേറെ ആരെങ്കിലും കൊണ്ടു നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാലോ. മനസ്സിലായോ? അതെ അതെ അതെ. അപ്പൊ അതിലൊരു റൈറ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കേസിൽ ആ കാര്യം ഡീൽ ചെയ്തത്? ശരിക്കും ഈ കുട്ടിക്ക് ആദ്യമൊക്കെ ഇവളെ കണ്ടിട്ട് വരുമ്പോഴേ, ഇവള് TI പരേഡിന് നമ്മളാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യൊക്കെ ചെയ്യാ, വരുമ്പോ പിന്നെ ഇവള് വേറെ ടോട്ടലി ഡിഫറെന്റ് ലെവലിൽ പോയി കളയും. അത് ചിലപ്പോ അവിടെ വന്നിട്ട് അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവള് വേറൊരു തലത്തിലാണ് നിൽക്കുക അവിടെ. ചിലപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുക, അവളുടെ കൈ ഒരിക്കൽ ഫ്രാക്ചറായി അങ്ങനെ ഇടിച്ചിട്ട് അവരപ്പോൾ അവള് റീലിവിങ് ദ മൊമെന്റ് ആണ് അവരെ കാണുമ്പോൾ, അഗ്രസറിനെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ സെൻകുമാർ സാറിനും അതേപടി ഇത് പോയിട്ടുണ്ട്. അപ്പോൾ സാറ് മദ്രാസ് ഇതില് അങ്ങനെ ഒരു മലബാറിന്റെ ഒരു ഇതിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു സാറ്. അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു, ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. അറിയണ്ടേ ആര് ഞാൻ ഈ പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് അയാൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ അയാൾക്ക്. അപ്പൊ ഇതില് പക്ഷെ ആ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്തു. ഒരേപോലുള്ള കുറേ പേരെ നിർത്തിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോഴുള്ള കുട്ടിയുടെ പ്രയാസം ഭയങ്കര. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട്, ഈ സൈക്യാട്രിസ്റ്റിനോട് പറയണമെന്ന് ഞാൻ ഇദ്ദേഹത്തിന് സെൻകുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സാർ എന്ത് പറഞ്ഞു വെച്ചാല് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. വേറെ കമ്മീഷണേഴ്സ് ആണെങ്കിൽ, ഇൻസൈറ്റ് ഇല്ലാത്ത കമ്മീഷണേഴ്സ് ആണെങ്കിലോ സമ്മതിക്കില്ല, അവർ കേസിനെ ബാധിക്കുന്നു പറയും. മനസ്സിലായോ? ആ പെൺകുട്ടി ഒന്ന് ഇതാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ കൊണ്ടുകളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിമൻസ് കമ്മീഷൻ്റെ അനുവാദവും കൂടി എടുത്തു. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് അൺഒഫീഷ്യലായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്, അപ്പോൾ അദ്ദേഹവും ആദ്യം ഇങ്ങനെ കേട്ടിട്ടുള്ളത് മുഴുവനും ഇത് കള്ളക്കേസാണെന്നുള്ളതാണ്. അപ്പം ആ കുട്ടി ഉണ്ടാക്കി പറയുന്നതായിരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട്, എന്നെ വലിയ കാര്യമാണത്, എൻ്റെ ക്രെഡിബിലിറ്റിക്ക് അല്ല അദ്ദേഹത്തിന് ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു ഓപ്പണിങ് തന്നു. അപ്പൊ ഇവളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, മോള് എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ്, മോൾക്ക് എന്നോട് തുറന്ന് പറയുന്ന പോലെ തന്നെ മോൾക്ക് ഇദ്ദേഹത്തിനോടും പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ചോദിക്കാം, അതിന് ഉത്തരം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖമൊക്കെ വല്ലാതെയായിട്ട് ഇങ്ങനെ ഇതുപോലെ പേടിച്ചരണ്ടത് ഈ അത്താണിയെക്കുറിച്ച് എന്നോട് സംസാരിക്കുമ്പോഴെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്,
അയാൾ എന്നെ ചവിട്ടി ചവിട്ടി മിതിച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റും. എന്നിട്ട് ഞാനിങ്ങനെ മാഡത്തിനോട് പറയുമ്പോൾ ഞാൻ അയാളെ കാണുകയാണെന്ന്. ആ റൂമൊക്കെ കാണുക അവള്. ആ റൂമിൻ്റെ പുറത്ത് അയാൾ ഒരു ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിട്ട് അതിൽ ഗോൾഡൻ ചെക്ക് ഇട്ടിട്ട് അത്രയും നിൽക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ നോക്കുകയെന്ന്. നോക്കുമ്പോൾ അയാളുടെ മുഖം മാത്രം പുലിയുടെ പോലെ വരികയെന്ന്. അത്ര ഫിയർ ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ജെന്വിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് സംസാരിച്ചു ആ കുട്ടിയോട്. എന്നിട്ട് പറഞ്ഞു ഡീസെൻസിറ്റൈസ് എന്ന് വെച്ചാൽ ഇൻസെൻസിറ്റീവ് ആക്കാൻ പറഞ്ഞു. അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കാണിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ കാണിക്കാൻ നമുക്ക് അനുവാദം ഇല്ലല്ലോ. ശരിക്കും ഫോട്ടോ ഒന്നും കാണിച്ച് ഐഡന്റിഫൈ ചെയ്യണതിന് മുന്നേ അത് ചെയ്യാനൊന്നും പാടില്ലല്ലോ. അങ്ങനെ ഒരു സാധനം. അപ്പോൾ പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറഞ്ഞു. അയാളെ കുറിച്ച് തന്നെ സംസാരിക്കുക. എന്നിട്ട് ഇതൊക്കെ നമുക്ക് അറിയില്ല, മനസ്സിലായി, സാധാരണക്കാർക്ക് അറിയില്ല അത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സൈക്യാട്രിസ്റ്റിന്റെ ഒക്കെ ഒരു ആവശ്യകത ഉണ്ട് ഇങ്ങനത്തെ കേസസിലൊക്കെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ ഇന്ന് അക്യൂസ്ഡിന് ഭയങ്കര മേളമായിരിക്കും അവർക്ക്. സൈക്യാട്രിസ്റ്റ് ഫിറ്റല്ല ഇതിൽ ട്രയൽ നിൽക്കാന്നൊക്കെ. അപ്പൊ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നിട്ട് ഈ കുട്ടികളുടെ ഇത് വിട്ടുകളെ മനസ്സിലാവണ്ടോ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഇതില്. പക്ഷെ ശരിക്കും ആവശ്യമാണ്. ഭയങ്കര ട്രോമയാണ്. ഡോക്ടേഴ്സ് കൊണ്ടിട്ട് ഈ കുട്ടി ചോര ഛർദ്ദിച്ചു. ഒരിക്കൽ ഇങ്ങനെ നെഞ്ചുവേദന വന്നിട്ട് ചോരയായിട്ട് ഛർദ്ദിച്ചു. ഇതേപോലെ തന്നെ പള്ളുരുത്തിയിലും ഇതേപോലെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു കേസ് പള്ളുരുത്തിയിൽ വന്നു. ആ കുട്ടിയും ഇതേപോലെ ചോര തുപ്പി നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ നെഞ്ചുവേദനയായിട്ട് നമ്മള് ഡോക്ടേഴ്സ് വരെ പുച്ഛാണ്, നുണയാണ്, കളവ പറയണേ. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഡോക്ടേഴ്സ് ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോകുന്നത് കളവായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ വേഷം കിട്ടാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാഴ്ചപ്പാട് അവര് പ്രൊഫഷണൽ ആയിട്ടല്ല അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് കളവാണോ എന്ന് ഇവർ അസസ് ചെയ്യണ്ടേ. ഇത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്കും ഇതേപോലെ വന്നു. അപ്പൊ നമ്മൾ എന്താ അതിനെ കാണണ്ടേ? നമുക്ക് അതിന്റെ മെഡിക്കൽ നോളജ് ഇല്ല. അപ്പൊ മെഡിക്കൽ നോളജ് ഉള്ളവര് എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ഹൗ സയന്റിഫിക് ആർ വി? അപ്പൊ ഈ ഒരു കേസ് എടുത്ത് തന്നെ ഒരു മോഡൽ കേസ് അത്. ഇതിലാണ് ഫസ്റ്റ് ആയിട്ട് ഈ വിമൻസ് കമ്മീഷൻ ഒബ്സർവറിനെ ഇന്ത്യയിൽ തന്നെ ഒരു ഒബ്സർവറിനെ 2 ഒബ്സർവേഴ്സ് ഞാനും ബദ്രയും ഇതിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൽ. ഓപ്പൺ ആയിരുന്നു, ട്രാൻസ്പാരന്റ് ആയിരുന്നു ടീം. എൻ്റെ ഒരു ചോദ്യം, ഈ കേസിൽ ഈ പ്രതികളെ പേരുകൾ, ഈ പെൺകുട്ടിക്ക് പേരുകൾ അറിയില്ലല്ലോ, അപ്പം ഇന്ന ആളുകളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? അതാണ് പോലീസുകാരുടെ കഴിവ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ഈ കുട്ടി തിരിച്ചറിഞ്ഞ ആൾക്കാരെ മാത്രമാണ് ഇതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളൂ. അത് ശരിയാ. തിരിച്ചറിയാതെ പോയ ഒരുപാട് പേരുണ്ട് അല്ലേ? ഈ പെൺകുട്ടിക്കും പെൺകുട്ടീൻ്റെ വീട്ടുകാർക്ക് ഇപ്പം അതിൻ്റെ പെൺകുട്ടീൻ്റെ ഒപ്പം നിന്നവർക്ക് ഒക്കെ ഭീഷണികൾ വന്നിരുന്നല്ലോ, അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയം തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ നിയോഗിക്കപ്പെട്ട ആളാണ് അത്. എനിക്ക് അങ്ങനെ ഇപ്പൊ തോന്നണത് അന്ന് എനിക്ക് ഒരു ലെവലേഷൻ ഭയം തോന്നിയിട്ടില്ല. നമ്മൾ എന്താ പറയാ, എല്ലാവരെയും സ്നേഹിച്ച് വളരുന്ന ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായ നമ്മുടെ അറിവിലേക്ക് വന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് പേഴ്സണാലിറ്റിയാ? പിന്നെ നമുക്ക് തന്നെ നമ്മളോട് ഒരു എന്താ പറയാ, ഒരു അവജ്ഞ തോന്നില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാത്രിയൊക്കെ ഇങ്ങനെ റെക്കോർഡഡ് മെസ്സേജ് വരുമായിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീട്ടുകാരോട് പറയും, ചെറിയ മക്കളുടെ അടുത്ത് പറയും, ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും മിഠായി കൊണ്ടുവരുമോ, അറിയാത്ത ആൾക്കാരെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിപ്പിക്കേണ്ടി വന്നു കുട്ടികളെ. കുമാർ സാർ എന്നോട് പറഞ്ഞത്, രാത്രി പോകുമ്പോൾ ഓഫീസിൽ നിന്ന് നേരത്തെ പൊക്കോളാം. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണല്ലോ വരുന്നത്. നേരത്തെ പൊക്കോളാം. പിന്നെ മറ്റേ ചില ഇൻഡിക്കേഷൻസ് തന്നു. ഈ എൻ്റെ ഓഫീസിന്റെ അവിടെ ബൾബ് കുറെ പോയിട്ടുണ്ട് റോട്ടിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ബ്രൈറ്റ് ലൈറ്റ് വരുന്നതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കേസ് ഇല്ലെങ്കിലും വേണ്ട, റെഫറൻസിൽ വരുന്ന കേസസ് മാത്രം എടുക്കാൻ പറഞ്ഞു.
അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണല്ലോ പറയുന്നത്. അതെ അതെ അതെ. അങ്ങനെ അങ്ങനത്തെ കുറച്ച് അത് ഞാൻ ഇന്നും പാലിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്നും ഞാൻ പാലിക്കുക. കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇന്നും ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർ വരുന്ന കേസസ്, അറിയുന്ന ആൾക്കാർ പഴയ ക്ലയൻസ് പറഞ്ഞേക്കുന്ന കേസസ്, അങ്ങനത്തെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് പറഞ്ഞ കറക്റ്റാണ്. എന്നെ അത് ബാധിച്ചത് പ്രൊഫഷണലുമാണ്. അന്ന് അവള് പറഞ്ഞിരുന്നു എന്നോട്, ഇതിന് മുന്നേ തന്നെ അവള് പറയില്ല, പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇത് വെള്ളരിക്ക പട്ടണമല്ല. ഞാൻ അവളോട് പറയാം, ഇത് വെള്ളരിക്ക പട്ടണമാണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട്. ഒരു കരിയർ നഷ്ടം തന്നെയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാം. പക്ഷെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടിക്ക് എതിരെ എന്ന് വെച്ചാൽ there was kind of 3 attempts against her, ലൈഫ് അറ്റംപ്റ്റ്സ് പറഞ്ഞിരുന്നു ആ കുട്ടി, എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നപ്പോ ഞാൻ പേടിച്ചുപോയി. എന്ന് വെച്ചാല് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമല്ല അത്, ഒരു ജീവന്റെ സംഭവമാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താവും? അപ്പോൾ ആ സമയത്ത് ഞാൻ ടീച്ചറെ ശരണം പ്രാപിച്ചു. ടീച്ചറെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ടീച്ചർ ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ടീച്ചറെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഫ്രീ ആയി, മെന്റലി ഈ ടെൻഷൻ ഫ്രീ ആയി. അത് ഷീ എൻഷുർഡ് ഓൾസോ. സുഗതകുമാരി ടീച്ചർ അല്ലേ? സുഗതകുമാരി ടീച്ചറും സുജാത ടീച്ചറും. ഈ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കേണ്ടതില്ല, കേസൊന്നും വേണ്ട, അവൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ളൊരു കമന്റ് കണ്ടിരുന്നു സുഗതകുമാരി ടീച്ചർ. ഞാനും അങ്ങനെ പറയുള്ളൂ. അവൾ അത്രയും ട്രോമയിൽ കൂടിയാ പോയിരിക്കുന്നത്. എത്രയാ, ഒരു 16-17 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ഈ കേസ് ഇങ്ങോട്ട് വരുന്നത്. ഇവർക്കൊക്കെ പൈസ ഉണ്ടേ. ഇവര് മറ്റേ ഹൈക്കോർട്ടിൽ പോവും, ഹൈക്കോർട്ടിൽ നിന്ന് ദോഷമാകുമ്പോഴേക്ക് സുപ്രീം കോർട്ടിൽ പോവും. എന്നിട്ട് ഇതിൽ ഒരു ലൈൻ ഓഫ് ആൾക്കാർ ഇങ്ങനെ അക്യൂസ്ഡ് ആയിട്ട് വരികയല്ലേ. അതിപ്പോൾ പല കേസസിലുള്ള ആൾക്കാരൊക്കെയാണ്. അവർ ഓരോ കേസിലും വീട്ടിൽ സ്റ്റേ വാങ്ങും, അവർക്ക് പൈസ ഉണ്ട്. അപ്പോൾ അത് സ്റ്റേക്ക് എതിരെ പോകാനായിട്ട് സർക്കാർ റെഡിയല്ല. സ്റ്റേ വെക്കേറ്റ് ചെയ്തത് കൊണ്ടുപോകാനായിട്ട് സർക്കാർ, സ്റ്റേ ആണെങ്കിൽ സർക്കാരിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല. ഈ കുട്ടിയുടെ വിഷമത്തിനെ കുറിച്ചോ അതൊന്നും കാഴ്ചപ്പാടില്ല. ഇത് അവർക്ക് പ്രയോറിറ്റി ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കൂടെ ഇത്രയും സഹകരിച്ച ഒരു പെൺകുട്ടി, അവളത് വിഷമം പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടാണ് കൂടെ നിന്നത്. അപ്പോൾ എന്ത് പറയണം? നീ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും എന്താ പറയാ, ബലിയാടാവണം എന്ന് പറയണോ? നീ സ്വസ്ഥയായിട്ട് ജീവിക്കും, ഉള്ളതൊക്കെ മതി, നിനക്ക് സമൂഹം ഇത് തരുന്നില്ലെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് നീ സ്വസ്ഥയാണല്ലോ, സ്വസ്ഥയായിട്ട് ജീവിക്കുക. എന്താ പറയണ്ടേ? പ്രതികൾ അവിടെ രക്ഷപ്പെട്ടു പോവല്ലേ? ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി കാരനാണോ അത്? ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. ഡിലേഡ് ജസ്റ്റിസ് അല്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞത്, സർക്കാർക്ക് ആ കാഴ്ചപ്പാടില്ല. സർക്കാർ മാറി മാറി വന്ന സർക്കാരുകളായാലും അവർക്ക് ഇതിനോട് അത് പ്രയോറിറ്റി അല്ല അവർക്ക്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം അവളോട്? നീ ബലിയാടാവുക, നീ ബലിക്കോഴിയാവുക എന്ന് പറയണോ അവളുടെ അടുത്ത്? എന്താ പറയണ്ടേ? വി വോണ്ടഡ് ടു റീഹാബിലിറ്റേറ്റ് ഹെർ. ഒരു ജീവിതമാണ് അതിൽ. ഒരു 10 കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാലയളവാ. 17 കൊല്ലം ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് അവളുടെ സ്വസ്ഥത ഇപ്പോഴും അവൾക്ക് അത് കേസ് തീരാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വേവലാതി ഉണ്ട്, ഉള്ളില് ബുദ്ധിമുട്ടുണ്ട്. എത്ര കൊല്ലം അവൾ ഇത് കൊണ്ടുനടക്കണം എന്ന് പറയൂ. നമ്മൾ കാണുകയാണ് അവളുടെ വിഷമം, നമ്മൾ കൂടെ ജീവിക്കുകയാണ് അവളുടെ വിഷമത്തിൻ്റെ കൂടെ. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവളെങ്ങനെ താങ്ങും? എന്തെല്ലാം ഉണ്ട് ഇനി പറയാൻ, എന്തൊക്കെയുണ്ട് പറയാൻ. ഇന്നത്തെ ഉറക്കം പോകും എൻ്റെ, അത്രയ്ക്കുണ്ട്. ഞാനിത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനം ഞാൻ പോലും. അപ്പോൾ അവളെ ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞായിട്ടുള്ള ഒരു സ്വപ്നം കാണുന്ന ഒരു പ്രായത്തിലെ കരിച്ചു കളഞ്ഞതാ. അതായത് എന്താ പറയാ, ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ട പട്ടികളുടെ ഇടയിൽ പച്ച മാംസം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ എനിക്ക് അക്യൂസ്ഡ് ഒരു കാര്യമില്ല, അവിടെ എനിക്ക് ജസ്റ്റിസ് അവള് സ്വസ്ഥയാവുന്നതിലാണ്. അതിൽ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവളുടെ കൂടെ നിൽക്കുള്ളൂ. എത്ര കാലം? അതിലൊരു ജസ്റ്റിസ് വേണ്ടേ പറയാൻ? ആ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു നോക്കുന്നവർക്കറിയാം അവസാനം വരെ ജഡ്ജ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊക്കെ ശരിയാണ് എന്നിട്ട് ലാസ്റ്റ് ഒരു സെന്റൻസ് മാത്രമാണ് മാറിപ്പോയത്. കൺസെന്റ് ഉണ്ട് എന്ന് കണ്ടു അദ്ദേഹം.
അത് ഒരു മൈനറാണ് എന്നുള്ളത് പോലും ആസ്പെക്റ്റ് പോലും മറന്നുകൊണ്ട് കൺസെന്റ് ഉണ്ട് എന്നുള്ളത് വന്നു. അപ്പോൾ ഒരു കേസ് എനിക്ക് നിങ്ങൾ ഈ സിസ്റ്റം അവളുടെ മനസ്സ് പ്രകാരം എനിക്ക് നിങ്ങൾ ഒരു കേസ് നിങ്ങൾ കൺവിക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കൂടെ നിന്നേനെ. എല്ലാ കേസിലും നീ വേശ്യയായിരുന്നു, നിന്റെ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ എന്നെ വേശ്യയാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ കേൾക്കണോ? പച്ചയ്ക്ക് ചോദിക്കുക, ഞാൻ അനുഭവിച്ച വേദന എനിക്കേ അറിയുള്ളൂ. അങ്ങനെ കേൾക്കണോ ഞാൻ? നമ്മുടെ സിസ്റ്റം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട്, സമൂഹം കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ പോവുകയാണ്. ഒപ്പം ഇതിൽ പ്രതികളായവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ കേസ് ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ ഈ കേസിനെ പൊക്കി പിടിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൂര്യനെല്ലി നമ്മൾ പറയാറുണ്ട്, പെൺകുട്ടിയുടെ മുഖം അറിഞ്ഞിട്ടുണ്ട്. വിതുര കേസ് എന്ന് നമ്മൾ ഒരു പറച്ചിൽ പറയുന്നല്ലാണ്ട് നമ്മളിത് പറയാറുണ്ടോ? പറയാറില്ല. ഓർത്തു നോക്കൂ. ഇതിൽ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സമൂഹത്തിൽ വിതുര കേസ് എന്നോ വായിച്ച ഒരു സെൻസേഷണലായിട്ട് വിതുര കേസ് എന്തുകൊണ്ടാ ഇതുപോലെ വലിയ വലിയ പുള്ളികൾ വീണതുകൊണ്ടാ. അവർക്ക് കൺവിക്ട് ചെയ്തിട്ടില്ല, മനസ്സിലായോ? കൺവിക്ട് ചെയ്യപ്പെടാതെ പോയി. അപ്പോൾ ഈ കുട്ടി ആരായി? കേസ് ഇങ്ങനെ മുന്നോട്ട് നീളുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പെൺകുട്ടീനെ പിന്നെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ കേസിനേക്കാളും വലുത് ആ പെൺകുട്ടിൻ്റെ ഒരു റിഹാബിലിറ്റേഷൻ ആണെന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പം ഇപ്പം മാഡം പറയുമ്പോഴാണ് അതിൻ്റെ മറ്റൊരു വശം, അല്ലെ ആ പെൺകുട്ടീനെ കേൾക്കുന്നവർക്കാണ് അതിൻ്റെ ആ വശം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, ആ പെൺകുട്ടീൻ്റെ കൂടെ നടന്നവർക്ക്. അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് നോക്കുമ്പം ടീച്ചറും ഈ പ്രതികളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഞാൻ ചോദിക്കണ്ട, എൻ്റെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ഫൈറ്റ് ചെയ്യാൻ പറയും. ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര കാലം ഫൈറ്റ് ചെയ്യണമെന്ന് പറയും? മരിക്കണവരെയും ഫൈറ്റ് ചെയ്യണമെന്ന് പറയുമോ? അവൾക്ക് ഭാഗ്യം കൊണ്ട് വിവാഹം കഴിഞ്ഞു, നല്ലപോലെ നോക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി. അല്ലാന്നെങ്കിലോ എന്തായിരുന്നു അവളുടെ ജീവിതം? അതും സുഗതകുമാരി ടീച്ചറുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രം. അവൾ പറഞ്ഞിരുന്നോ, മതി എനിക്കിനി കേസും വേണ്ട, ഒന്നും വേണ്ട, എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായാൽ മതി? ഒരിക്കലും അവള് കേസ് നടക്കുമ്പോ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവളുടെ കൂടെ നിന്ന്. ഒരു കേസിൽ കൺവിക്ട് ചെയ്തിരുന്നുവെങ്കിൽ, ഒരു കേസിൽ കൺവിക്ട് ചെയ്തിരുന്നുവെങ്കിൽ അവൾ എല്ലാ കേസിലും സ്ട്രോങ് ആയിട്ട് നിന്നേനെ. ഞാൻ അതാ വീണ്ടും വീണ്ടും പറയുന്നേ. നീ വേശ്യയാണെന്ന് ജുഡീഷ്യറി അവളോട് പറയുകയാണ്, നീ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഇത് നടന്നതെന്ന് തിരിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ എത്ര സുഖം ഉണ്ടാവും ഒരു കുട്ടിക്ക്? അത് എത്രയും സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് ഒരു പെൺകുട്ടിക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമാണോ അത്? തെളിയിക്കപ്പെടാൻ പറ്റാതെ പോയതാണ്. അല്ല, തെളിയിക്കപ്പെടാൻ പറ്റാതെ പോയതല്ല, പക്ഷേ സ്വാധീനിക്കപ്പെട്ടതാണ്. നമുക്ക് അറിയില്ല. ഞാൻ അങ്ങനെ പറയില്ല, അങ്ങനെ ഞാൻ പറയില്ല. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, നമ്മൾ ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് സെൻസിറ്റീവ് ആൻഡ് സെൻസിബിലിറ്റി വരുന്നത്. പ്രിപ്പോണ്ടറൻസ് പ്രോബബിലിറ്റി, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ ഒരു പോസിബിൾ ആണോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഇത് കൊടുത്തത്. വേസൈഡ് ആർഗ്യുമെന്റ് അല്ല ഇവിടെ ചെയ്തത്. വെറുതെ ഒരു കേസ്, ഒരു മാസ് റേപ്പ് അല്ല അത്. റേപ്പിംഗ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. എല്ലാവർക്കും ഇത് ഈ കേസിൽ പോലീസുകാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താ വെച്ചാൽ, ഈ അക്യൂസിനെ പിടിക്കുമ്പോഴും ഈ പിംസിനെയൊക്കെ പിടിക്കുമ്പോൾ, എസ്പെഷ്യലി പിംസ്, അവളൊരു വല്ലാത്തൊരു പെണ്ണായിരുന്നു, ഒരു സഹകരണം ഇല്ലായിരുന്നു എന്ന് അവരുടെ വായിൽ നിന്നും വന്നു. അപ്പൊ ഇവള് പറഞ്ഞതും തെളിഞ്ഞു. ഇവള് ഓരോരുത്തരെയും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു. അവൾക്ക് പറ്റണുണ്ടായിരുന്നില്ല ആ കുഞ്ഞിന്. അവളുടെ മുന്നിലേക്ക് വന്നവരെ പലരും അവൾക്ക് അറിയില്ല. കാരണം പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവളുടെ മുന്നിലേക്ക് വന്നപ്പം ഒരു ചെറിയ പരിചയം തോന്നിയ മുഖം അവള് റിക്വസ്റ്റ് ചെയ്തു, എന്നെ രക്ഷിക്കണം. ഇയാളത് ശ്രദ്ധിക്കാതെ അവിടെ വെച്ചിരുന്ന മദ്യക്കുപ്പിന്ന് മദ്യം എടുത്ത് കുടിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി ഞാൻ ആക്രമിക്കപ്പെടും എന്നുള്ളത്. അവളെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിന്. എന്നിട്ട് മദ്യക്കുപ്പി തട്ടി വീണു എന്നൊക്കെ പറഞ്ഞു. വെളുത്തുള്ളിയുടെ എന്തൊരു അച്ചാറ് പോലത്തെ എന്തൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവള് പറയണു. അവൾക്ക് എന്താന്ന് മനസ്സിലാവണില്ല. ചുറ്റി ഓടിയപ്പോഴ് കാല് തട്ടി ഇത് പൊട്ടൊക്കെ ഉണ്ടായി, അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ആലോചിക്കാനേ പറ്റുന്നില്ല. പലപ്പോഴും തെളിവുകളുടെ അഭാവം കൊണ്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് എല്ലാം ഓർത്തെടുത്ത് പറയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പെൺകുട്ടി കടന്നു പോകുന്ന ട്രോമയൊക്കെ വെച്ചിട്ട്
എല്ലാം ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അപ്പം ആ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റാതെ പോകുന്ന സാഹചര്യത്തിനെ ഒക്കെ മുതലെടുത്തുകൊണ്ട് ഈ കേസിൽ നിന്ന് പ്രതികൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോവുക. ഈ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. വളരെ കുറച്ച് പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കി ഉന്നതന്മാരൊക്കെ രക്ഷപ്പെട്ടു പോവുക അല്ലേ ചെയ്തിട്ടുള്ളത്. എന്നാലും ഉന്നതര് കുറേ പേര് ഇതിൽ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നത് കണക്ട് ചെയ്യണ്ടേ, ഇവര് ഈ ഓരോ സംഭവമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണ്ടേ. അത് കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവൾക്ക് കുറേ ഓർമ്മകൾ പ്രശ്നമാണു. അത് തിങ്ക് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവണു. ഷീ ഡസൻ വോണ്ട് ടു റീലിവ് ദ മൊമെന്റ്. അവൾക്ക് അവളുടെ കുട്ടികളുടെ കൂടെയും അവളുടെ ഭർത്താവിൻ്റെ കൂടെയും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത്, ആ ഒരു ചെറിയ സ്പേസിൽ അവൾക്ക് ഒതുങ്ങിയ കൂടിയാൽ മതി എന്നുള്ള ഒരു തോട്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഇപ്പം അങ്ങനെ ഒരു ട്രോമയിലും കൂടിയാണ് അവൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇതിനെയൊക്കെ അത് മാത്രമല്ല, എന്തിനാ ഞാൻ ഇത് പറഞ്ഞിട്ട് അവരെയൊക്കെ വെറുതെ വിടുകയല്ലേ. അതെ, എന്ന് പറഞ്ഞിട്ട് എന്തിനാ അവരെയൊക്കെ വെറുതെ വിടില്ല. എന്ത് പറഞ്ഞാലും ഇതൊക്കെ കൺസെന്റോട് കൂടിയാന്ന് പറയും. ഒരെണ്ണത്തിൽ കണ്ടു കഴിഞ്ഞു കൺസെന്റോട് കൂടിയാന്നുള്ളത്. എല്ലാത്തിനെയും ബാധിക്കില്ലേ. അവളുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു വിഗർ ഉണ്ടാവണം. ആ വിഗർ ഈ സിസ്റ്റം കൊടുക്കണമായിരുന്നു. സിസ്റ്റം കൊടുക്കാൻ ഫെയിൽ ചെയ്തില്ലേ. അതെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ വീക്ക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് തോന്നും, പക്ഷെ അതാണ് സത്യം. അതെ അതെ. പക്ഷെ ഉന്നതന്മാര് അതിലിപ്പോൾ തന്നെ കുറേ പേര് അവർക്ക് ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ എന്താ പറയാ ദാരുണമായിട്ടുള്ള അവരുടെ അന്ത്യം കാണേണ്ടി വന്നിട്ടുണ്ട്. അവര് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഒരു കേസാണ്. അത് ഈശ്വരന്റെ കയ്യൊപ്പുള്ള കേസാണ്. അപ്പോൾ അവളുടെ അടുത്ത് അവള് മനസ്സ് വിഷമിച്ചതിന്റെ പേരിൽ അവളുടെ അടുത്ത് അവളെ ഉപദ്രവിച്ച ആൾക്കാർക്കൊക്കെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ അവര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഇവളുടെ തീവ്രമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ തന്നെ അവരും തീവ്രമായിട്ട് പോയിട്ടുള്ള സംഭവമുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവരുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെ അവൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ശരിക്കും നല്ലൊരടി അവരുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷത്തായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, കുറെ ഇതൊക്കെ എനിക്കറിയുന്നതും ഉണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനത് പേരെടുത്ത് പറയുന്നില്ല. ഇന്നിപ്പോ ഇതുപോലത്തെ വലിയ ഭീകരമായിട്ടുള്ള പെൺകുട്ടികളോടുള്ള കാണിക്കുന്ന ക്രൂരത എവിടെയാ രാഷ്ട്രം രക്ഷപ്പെടുക? അപ്പോൾ സ്ത്രീകൾ സടകുടഞ്ഞേൽക്കും, എണീക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ടവർ തന്നെ അതിൻ്റെ മെയിനായിട്ട് നിന്ന ചിലരായിരുന്നു, ഏജന്റുമാരായിട്ട് നിന്ന ആളുകൾ. അതിൽ അജിത ബീഗം സൂയിസൈഡ് ചെയ്തു, പക്ഷേ ശിക്ഷയായിട്ട് ജയിലിൽ കഴിയുന്നവരുണ്ട്. അവർ പുറത്തേക്ക് വരാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാലാവധി കഴിഞ്ഞ് അപ്പോൾ അവർ പുറത്തെത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്കയിലായി ഇപ്പോഴാ പെൺകുട്ടി. ഇതിൽ അജിത ബീഗത്തിന്റെ കാര്യം അവര് സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നൊക്കെ ഒരു സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയം ഉണ്ടാവും. അവള് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഉപദ്രവിക്കുമോ എന്നൊക്കെ. ഇപ്പോൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഭയം മാറ്റി കൊടുക്കാനുള്ളത് എൻ്റെ ഒരു കടമയും കൂടിയാണ്. അപ്പൊ ഇത് നാച്ചുറലായിട്ട് ആ ഭയം ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഒന്നും നമ്മുടെ നിയമത്തിലോ ഇതിലൊന്നുമില്ല. എന്തെങ്കിലും ഒരു അവിടെ പോവരുതെന്നോ അവരുടെ ഭാഗത്തേക്കേ പോവരുതെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഓർഡറോ അങ്ങനെയൊന്നും നമ്മൾ ഇടുന്നില്ല. ഈ പോക്സോ മാറ്റേഴ്സിൽ ബെയിൽ ഗ്രാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ പറയലുള്ളൂ. പിന്നെയും അവരെ പോയി കാണാനും. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന ഒരു മാനസാന്തരം വന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ ചെയ്യണത്. പക്ഷേ ഈ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് വലുതായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ടോ അതിനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ്, ലീഗൽ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് പക്ഷെ ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിൽ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് വിച്ച് യു ഹാവ് നൗ ഓപ്പൺഡ് അപ്പ് വിത്ത് മീ.
അതിന് ലീഗലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഇതിൽ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് വരുന്ന രീതിക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ട സംഭവമാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചാണ്. എല്ലാ രീതിയിലുള്ള തൊഴിൽ ചൂഷണങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇപ്പം പുറത്തേക്ക് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ചിലരൊക്കെ കേസ് കൊടുക്കാൻ തയ്യാറാണ്, ചിലരൊന്നും അല്ല. കാരണം ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർ കേസിന് പോകാൻ തയ്യാറല്ലാത്തതും. ഈ ഒരു വിതുര കേസ് തന്നെ 27 വർഷമായി ഇന്നും കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരൊരു സാഹചര്യം നിൽക്കുമ്പം ഈ പറഞ്ഞ സ്ത്രീകളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക എന്നുള്ളതാണ്. ഇതിലൊരു കാര്യമുള്ളത്, നമ്മളുടെ ഈ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു വ്യത്യാസമുള്ളത്. ഇപ്പോൾ മോഹൻലാലും മറ്റേ മമ്മൂട്ടിയും ഒക്കെ ഓരോരുത്തരുടെ പുറകെ പോയി ചാൻസ് തേടി നടന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ശ്ലാഘിച്ച് പറയും. എന്താ വെച്ചാൽ അവരുടെ ആംബിഷൻസ് അവർക്ക് അതുകൊണ്ട് അവർ നേടിയെടുത്തു. പക്ഷെ ഇതേ ആംബിഷൻ സ്ത്രീകൾക്ക് പാടില്ല എന്നാണ് ഇന്ന് നമ്മൾ കുറേ പേരെങ്കിലും ഈ മേഖലയിലുള്ളവർ തന്നെ, സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയണത് കേട്ടിട്ട്, അമ്മയാണ് ഈ പെൺകുട്ടിയെ അതിന് കൊണ്ടുപോയി കൊടുക്കുക. പെൺകുട്ടി എന്തിനാ അത് വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നു, അത് അങ്ങനെ പറയുമ്പോൾ ആ സിനിമ വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. അല്ലാതെ ഈ സിനിമയിൽ ഈ കുട്ടി അഭിനയിക്കാനുള്ള ആ കുട്ടിയുടെ മോഹത്തിന്, ഒരു ആംബിഷന്, ആ കുട്ടിക്ക് ആംബിഷൻ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിക്കാണ്. ആംബിഷൻ ഉണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച്, ആംബിഷൻ ഇല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച്. സ്ത്രീകളാണെങ്കിൽ, ആംബിഷൻ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കില്ലെങ്കിൽ ആംബിഷൻ പാടില്ല. അവർ രണ്ടാം തരം പൗരകളാണ്. രണ്ടാം കിടയായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ എന്താ മാറണ്ടേ? കാഴ്ചപ്പാട് മാറണം, നിയമം ശക്തമാവണം. ഓരോ യൂണിറ്റിലും ഓരോ പ്രോജക്റ്റിൻ്റെ ഇതിലും മസ്റ്റായിട്ട് നമ്മൾ ഇതേപോലെ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടാവണം. അവർക്ക് എൻഷുർ ചെയ്യണം. അതിന് പ്രത്യേക ഇൻസ്പെക്ഷൻ വേണം. എന്താ, സർക്കാരിൻ്റെ അവിടെ നിന്ന് ലേബർ ഇതിൽ ഇവരെ നോട്ടിഫൈ ചെയ്യണം. ഈ ഒരു ഇൻഡസ്ട്രിയെ നോട്ടിഫൈ ചെയ്യണ്ടേ? എന്നിട്ട് എൻഷുർ ചെയ്യണം ഇവർക്ക് എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഇൻഡസ്ട്രി ആണല്ലോ, ആ ഇൻഡസ്ട്രിയിൽ കൊടുക്കേണ്ടതായിട്ടുള്ള എന്താ പറയാ, എല്ലാ പരിഗണനയും ഈ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് കംപ്ലൈന്റ് സെല്ല് ഉണ്ടാവണം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡ്യൂസർ, ഒരു പേഴ്സണൽ പ്രൈവറ്റ് ഇതാണെങ്കിൽ അത് ഉണ്ടെങ്കിലേ സിനിമ എടുക്കാനായിട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സിനിമാ മേഖലയിലെ കാര്യം തന്നെ എടുത്താൽ പരാതിപ്പെട്ട് മുന്നോട്ട് വരാൻ പെൺകുട്ടികൾ മടിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലത്തെ ഭയം കൊണ്ടൊക്കെ തന്നെയാണ്. അവരെ ഇല്ലാതാക്കി കളയോ, അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കോ, അങ്ങനെ ഒരുപാട് ഭയങ്ങൾ അവർക്ക് ഉണ്ടാവുമല്ലോ. സർക്കാരിന്റെ പിന്തുണയാണ് വേണ്ടത്. അത് പക്ഷെ ഇതില് ഹേമ കമ്മിറ്റി ഇതില് അവര് പറയാൻ തന്നെ കാരണം, ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തില്ല, ഞങ്ങൾ കേസിന് നിർബന്ധിക്കില്ല എന്നുള്ള ഒരു മുഖവരിയോടാണ് ഇവര് പോയേക്കണത്. അപ്പൊ അത് അവർക്ക് അഷ്വറൻസ് കൊടുക്കേണ്ടത് ആരാ? നിങ്ങൾക്ക് പോയാൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അവർക്ക് അത് മാത്രമേ ഉള്ളൂ വരുമാനമായിട്ടുള്ളെങ്കിൽ. ജൂനിയർ ആർട്ടിസ്റ്റ് കുറെ പേര് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അവർക്ക് അത് മാത്രമേ ഉള്ളൂ വരുമാനം. അതുകൊണ്ടാണ് അവരുടെ കുടുംബം കൊണ്ടുപോകുന്നത്. അപ്പൊ ആ അഷ്വറൻസ് ഒക്കെ ആരാ കൊടുക്കണ്ടേ? ഇവർ പോയിട്ട് കേസിന് അവർ തന്നെയാണ് പോകേണ്ടത്. എന്നുവെച്ചാൽ അവര് അഡൽട്സ് ആണ്. അവര് വേണ്ടാന്ന് വെക്കാലോ, എനിക്ക് കേസ് വേണ്ടാന്ന് വെക്കാലോ. ഞാൻ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ പ്രോസിക്യൂഷൻ സക്സസ്ഫുൾ ആവുമോ? പൈസ വേസ്റ്റ്, ടൈം വേസ്റ്റ്, അത്രയും മെഷീനറിയുടെ എഫേർട്ട് വേസ്റ്റ്. ശരിയല്ലേ? പ്രോസിക്യൂഷൻ എഫേർട്ട് വേസ്റ്റ് അല്ലേ? ഞാൻ വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ ടേക്ക് വേറെയാണ്. ഞാൻ ഇതിനെങ്ങനെയാണ് കാണുന്നത്. അത് പലരും ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പലതും പറയും. പക്ഷെ ആ ആൾക്കാര്, ഇതിപ്പോ സർക്കാർ എന്തുകൊണ്ട് അങ്ങനെ പറയണെന്നുള്ളത് അവരുടെ തന്നെ ഇതായിരിക്കും, അവരുടെ രാഷ്ട്രീയമായിരിക്കും. പക്ഷെ ഞാൻ രാഷ്ട്രീയമല്ല പറയണത്. ഞാൻ പറയണത് ആ സ്ത്രീകൾ പറയണം, അവർക്ക് അതിനുള്ള ധൈര്യം വേണം. അത് ആ ധൈര്യം നമ്മൾ സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ, അത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ, കിട്ടുന്ന ഒരു
ധൈര്യം കിട്ടേണ്ട ഒരു സാഹചര്യം, കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ വേണ്ടെന്ന് പറയുന്നത്. അവർക്ക് ഈ തൊഴിൽ നഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പല്ലേ? വേറെ ആരെങ്കിലും വിളിക്കുമോ അവരെ? അപ്പോൾ എവിടെയാണ് റൂട്ട് ചെയ്യേണ്ടത്? പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പവർ പ്ലേ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനല്ലേ വേണ്ടത്. അതിൻ്റെ മേലെ അമ്മയെ നമ്മൾ AMMA അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നല്ലേ നോക്കേണ്ടത്. ആ പവർ ഗ്രൂപ്പ് ഇല്ലാത്ത രീതിയിൽ AMMA എന്നുള്ള സംഘടന സ്ട്രെങ്തൻ ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും വെൽഫെയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങളെ നിലനിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവർ നമ്മൾ ഹീറോസിന് ഫാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇക്വാലിറ്റി, ഈക്വൽ ഫുട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണോ അത്? അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? കാഴ്ചപ്പാട് അവിടെ മാറ്റാനുള്ള രീതിക്ക് നിയമങ്ങൾ കൊണ്ടുവരണം. സർക്കാരാണ് ഈ പെൺകുട്ടികൾക്ക് എഷ്യൂറൻസ് കൊടുക്കേണ്ടത്. ഇവരെ ഓരോ പ്രോജക്റ്റിലും ഇവരെ ഉൾപ്പെടുത്തേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും നിയമം കൊണ്ടുവരണം. എന്നുവെച്ചാൽ അവർക്ക് തൊഴിൽ ഉറപ്പാക്കണം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, തൊഴിൽ ഉറപ്പാക്കുന്ന രീതിക്ക് അവർക്ക് എല്ലായിടത്തും നല്ല പരിഗണന കിട്ടുന്ന രീതിക്ക് സർക്കാർ മുന്നോട്ട് വന്നാലോ, ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നാലോ. നമ്മളിത് കേൾക്കുമ്പോൾ വളരെ ഫാർഫെച്ചിങ് ആയിട്ട് തോന്നും. പക്ഷേ നല്ലൊരു ഇൻസൈറ്റ് ഉള്ള ഒരു വികാരമുള്ള ഒരു നേതാവിന് ഇത് സാധ്യമാവും. ഇമ്പോസിബിൾ അല്ല, ഡിഫിക്കൾട്ടാണ്.